കഥ തുടരുന്നു. ഇടനാഴിയിലൂടെ ലിഫ്റ്റിന് നേർക്ക് നടക്കുന്ന ജോൺ തോമസിനെ വാതിൽക്കൽ നോക്കി നിന്നു ശിവദാസൻ. പിന്നെ വേഗം ചീഫ് മിനിസ്റ്ററുടെ അരികിൽ ഓടിയെത്തി. സാർ. വേലായുധൻ മാസ്റ്റർ ടീപ്പോയിലിരിക്കുന്ന ഫോണിന് നേർക്ക് ആംഗ്യം കാട്ടി. വിളിക്കാവനെ, പഴവങ്ങാടി ചന്ദ്രനെ. എന്നിട്ട് ജോണിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്ക്. ശിവദാസൻ പെട്ടെന്ന് ഫോണെടുത്ത് ചന്ദ്രൻ്റെ നമ്പർ കുത്തി. മൂന്നാമത്തെ ബെല്ലിന് പഴവങ്ങാടി ചന്ദ്രൻ ഫോൺ എടുത്തു. പറഞ്ഞു സാറേ, ആരെയെ തീർക്കേണ്ടത്? അപ്പുറത്തു നിന്ന് ചന്ദ്രൻ്റെ ശബ്ദം. ശിവദാസൻ എല്ലാം പറഞ്ഞു കൊടുത്തു. സമയം 11:30. രാഹുലും അമ്മയും മറ്റും വന്ന റേഞ്ച് റോവർ കാർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നു. രാഹുൽ ആദ്യം ഇറങ്ങി. കാറിൻ്റെ ഡിക്കിയെ വലം വെച്ച് അമ്മ ഇരിക്കുന്ന ഭാഗത്തിൽ എത്തി ഡോർ തുറന്നു. ഇറങ്ങ്. നനഞ്ഞ കണ്ണുകൾ സാരി തലപ്പിൽ ഒപ്പിക്കൊണ്ട് സാവിത്രി ഇറങ്ങി. നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണണം, രാഹുൽ സ്പാനർ മൂസയോടും സംഘത്തോടും പറഞ്ഞു. പിന്നെ സാവിത്രിയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. രാജസ്ഥാൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും MLA-മാരും മറ്റു നേതാക്കളും ഉണ്ടായിരുന്നു കാഷ്വാലിറ്റിക്ക് പുറത്ത്. രാഹുലിനെ കണ്ടതേ അവർ അടുത്തെത്തി. അച്ഛനെങ്ങനെയുണ്ട്? അവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. വാ പറയാം. ഒരു MLA അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ശേഷം സാവിത്രി കേൾക്കാതെ പറഞ്ഞു. അല്പം ക്രിട്ടിക്കലാ. ഞാൻ അല്പം മുമ്പ് ഡോക്ടറെ കണ്ടിരുന്നു. നട്ടെല്ലിന് ഫ്രാക്ചറുണ്ട്. ചെസ്റ്റിൽ നിന്ന് ഇപ്പോഴോ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്. രാഹുലിൻ്റെ മുഖം കുനിഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? തൽക്കാലം ആരും അകത്തേക്ക് പോകണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ എവിടേക്കോ നോക്കി നിന്നു. പിന്നെ പറഞ്ഞു. എനിക്ക് ചീഫ് മിനിസ്റ്റർ ഒന്ന് കാണണം. അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. കാഷ്വാലിറ്റിക്ക് പുറത്തുള്ള കസേരയിൽ സാവിത്രി തളർന്നു ഇരുന്നു. തൊട്ടടുത്ത് പോയി രാഹുലും. വിഴിഞ്ഞം ഹാർബറിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ജോൺ തോമസ് റൂം എടുത്തിരുന്നു. ക്രൂരമായ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു ആ മുഖത്ത്. സാലമയ്ക്ക് നോബിളിനു വേണ്ടി താൻ ചിലവഴിച്ച തുകയുടെ എത്രയോ ഇരട്ടിയാണ് ലഭിക്കാൻ പോകുന്നത്. അയാൾ ഹോട്ടൽ ബാറിലേക്ക് വിളിച്ച് 2 പെഗ് സീസറിന് ഓർഡർ നൽകി. പിന്നെ ഷർട്ട് അഴിച്ച് ഹാങ്ങറിൽ തൂക്കിയിട്ടിട്ട് AC കൂട്ടിയിട്ടു. സാലമയുടെ മരണത്തിൽ ഒരുപക്ഷെ പോലീസ് തന്നെ സംശയിച്ചേക്കും. പക്ഷേ അത് തെളിയിക്കാൻ ഒരിക്കലും അവർക്കാവില്ല. അല്ലെങ്കിലും അത്തരക്കാരികൾക്ക് വിധി കരുതി വച്ചിരിക്കുന്ന സമ്മാനമാവും മരണം. വാതിലിൽ പതുക്കെ മുട്ടുകേട്ടു. കമിൻ. ജോൺ ഉഷാറായി. വാതിൽ തുറക്കപ്പെട്ടു. വെയിറ്റർ യൂണിഫോം ഇല്ലാത്ത ഒരാളാണ് ട്രേയിൽ മദ്യവുമായി കടന്നു വന്നത് ജോൺ തോമസിൻ്റെ മുന്നിൽ. ടീപ്പോയിൽ അയാൾ മദ്യ ഗ്ലാസുകളും സോഡയും നിരത്തിവെച്ചു. സർ, സോഡ ഓപ്പൺ ചെയ്യട്ടെ? ഭവ്യതയോടെയുള്ള ചോദ്യം. ഓക്കെ പറയുന്നതിനിടയിൽ ജോൺ തോമസ് അയാളെ നോക്കി. എപ്പോഴും പുഞ്ചിരിക്കുന്ന പോലെയുള്ള മുഖം. അയാൾ തന്നെ സോഡ മദ്യത്തിൽ കലർത്തി. പിന്നെയും അവിടെ തന്നെ നിന്നു. എന്താ പോകുന്നില്ലേ? ജോൺ നെറ്റിച്ചുളിച്ചു. സാർ കഴിക്കുന്നത് കാണാൻ ഒരു കൊതി. അയാൾ ചിരിക്കുകയാണ്. ജോണിന് വല്ലായ്മ തോന്നി. മനസ്സിലായില്ല. അല്ല, ഇന്ന് കോടികൾ കയ്യിൽ വരാൻ പോകുന്നുവെന്ന് സാറിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ആ ക്ഷണം ജോൺ തോമസിന് അപകടമണത്തു. ആരടാ നീ? അയാൾ ചാടി എഴുന്നേറ്റു. സാറെന്തിനാ ദേഷ്യപ്പെടുന്നത്? അപ്പോഴും വെയിറ്ററുടെ മുഖത്ത് നിഷ്കളങ്ക ഭാവത്തിലുള്ള ചിരി മാത്രം. ജോൺ തോമസിൻ്റെ കണ്ണുകൾ കുറുകി, പല്ലുകൾ ഞെരിഞ്ഞു. നിനക്കെന്താടാ? അത് മനസ്സിലായില്ലേ? അയാൾ വെയിറ്ററുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഇല്ല സാർ. അപ്പോഴും വെയിറ്റർ കൗതുകത്തോടെ ജോൺ തോമസിനെ നോക്കി. ഞാൻ അവിവേകമായി എന്തെങ്കിലും പറഞ്ഞുവോ? ആ ശബ്ദത്തിൽ നിറഞ്ഞ ഭവ്യതയാണ്. ജോൺ തോമസിന് സന്ദേഹമായി. തനിക്കാണോ അബദ്ധം പിടഞ്ഞത്? ഇവനെ കണ്ടിട്ട് ഒരു ക്രിമിനലിൻ്റെ യാതൊരു ഭാവവുമില്ല. നിഷ്കളങ്കനും സാധുവുമായ ഒരു മനുഷ്യൻ. നീ പിന്നെന്തിനാ എന്നോട് അങ്ങനെ ചോദിച്ചത്? ഇന്ന് എൻ്റെ കയ്യിൽ കോടികൾ വരാൻ പോകുന്നുവെന്ന്? അതോ? ഇത്തവണ വെയിറ്റർ അല്പം ഓർക്ക് തന്നെ ചിരിച്ചു. സാറേ, ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും കാലം എന്നേ കഴിഞ്ഞല്ലോ. ഇപ്പോൾ കണക്കുകളിൽ കോടികൾ മാത്രമേയുള്ളൂ. അത് കിട്ടാൻ പോകുന്നവൻ്റെ മുഖത്തെ സന്തോഷം എത്രയായാലും മറയ്ക്കാൻ കഴിയില്ല. ജോൺ തോമസ് വിസ്മയിച്ചു. എത്ര കൃത്യമായാണ് ഇവൻ കാര്യം പറഞ്ഞത്. തൻ്റെ മുഖത്തു നിന്ന് ആർക്കെങ്കിലും അത് വായിച്ചെടുക്കാനാവുമോ? എങ്കിലും അയാൾ തിരക്കി. നിനക്കെന്താ മുഖം നോക്കി ലക്ഷണം പറയാനറിയാമോ? അയാൾ കണ്ണടച്ചുകൊണ്ട് തലവെട്ടിച്ചു. പക്ഷേ ദിവസവും ഒരുപാട് പേരെ കാണുന്നവരെ സാറേ ഞങ്ങളൊക്കെ. അവരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി, കൃത്യമായി ആ മനസ്സ് വായിക്കാം. ജോൺ തോമസ് അപ്പോഴും അയാളുടെ ഷർട്ടിലെ പിടിവിട്ടിരുന്നില്ല. വെയിറ്റർ ആ കയ്യിൽ പതുക്കെ പിടിച്ചു. ഇങ്ങനെ ഒരാളെ പിടിച്ചു നിർത്തുന്നത് മോശമല്ലേ സാറേ? ആ ക്ഷണം ജോൺ അറിഞ്ഞു വെയിറ്ററുടെ വിരലുകളുടെ ശക്തി. ഹാ! അറിയാതെ ജോൺ വാ പിളർന്നു പോയി. അയാളുടെ ഷർട്ടിലെ പിടിവിട്ടു. പക്ഷേ വെയിറ്റർ പുഞ്ചിരിക്കുകയാണ്. എന്താ സാറിന് നൊന്തോ? ജോൺ തോമസിന് ദേഷ്യം വന്നു. പിന്നല്ലാതെ. അതെ, അനാവശ്യമായി മറ്റുള്ളവരോട് കയർക്കുകയും മറ്റുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടാ. അയാളുടെ സംസാരം ഒട്ടും പിടിച്ചില്ല ജോൺ തോമസിന്. വെയിറ്റർ ആ പണി ചെയ്താൽ മതി, അല്ലാതെ ഉപദേശിക്കാൻ നിൽക്കണ്ട. പിന്നെ എനിക്ക് കോടികളോ മില്യണുകളോ കിട്ടിക്കോട്ടെ, നിനക്കത് തിരക്കേണ്ട കാര്യമില്ല. നിനക്ക് പോകാം. ഓ! ഭവ്യതയോടെ ഒന്ന് തലകുഞ്ചിട്ട് വെയിറ്റർ തിരിഞ്ഞു. അയാൾ തന്നെ പരിഹസിച്ചതാണോ? ജോണിന് അങ്ങനെ തോന്നി. പക്ഷേ പ്രതികരിച്ചില്ല. കാരണം പണവുമായി തനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതാണ്. ഇവൻ്റെ കൂട്ടുകാർ വല്ല പിടിച്ചുപറിക്കാരോ മറ്റോ ആണെങ്കിൽ തന്നെ കൊടുക്കാൻ നോക്കും.
ജോൺ തോമസ് സെറ്റിയിലിരുന്നിട്ട് മധ്യ ഗ്ലാസ് കയ്യിലെടുത്തു. പെട്ടെന്നാണ് വാതിൽ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത്. അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽ ലോക്ക് ചെയ്തിട്ട് വെയിറ്റർ അതിൽ ചാരി നിന്ന് ചിരിക്കുന്നു. എന്താടാ, നീ പോകുന്നില്ലേ? ജോൺ തോമസ് ശബ്ദമുയർത്തി. ഒരു കാര്യം മറന്നുപോയി സാറേ. ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യം ചെയ്തില്ല. സംഗതി കൊട്ടേഷനാണേ. റെമ്യൂണറേഷൻ 10 lakhs. ജോൺ തോമസിൻ്റെ ഉള്ളിൽ ഒരു നടുക്കം മിന്നി. നീ ഏറ്റെടുത്ത കൊട്ടേഷൻ എന്താ? വെയിറ്റർ മിണ്ടിയില്ല. പകരം ജോണിന് നേർക്ക് കൈ ചൂണ്ടി ശേഷം കഴുത്തിലൂടെ കൈപ്പത്തി വളച്ചു പിടിച്ച് മുറിക്കുന്നത് പോലെ ഒരാംഗ്യം കാട്ടി. എടാ, ജോൺ തോമസ് അലറി. അയാൾ ചാടി എഴുന്നേറ്റ് ബാത്റൂമിന് നേർക്ക് ഓടാനാഞ്ഞു. 2 അടി മുന്നോട്ട് തികച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല ജോൺ തോമസിന്. മിന്നൽ പോലെ വെയിറ്റർ മുന്നിലെത്തി. കൈകൾ വിരിച്ചു പിടിച്ച് ജോൺ തോമസിനെ തടഞ്ഞു. നിങ്ങൾ എങ്ങോട്ട് ഓടിപ്പോയാലും എത്ര ഉച്ചത്തിൽ അലറി വിളിച്ചാലും ഞാനെടുത്ത കൊട്ടേഷൻ അത് നടന്നിരിക്കും. ജോൺ തോമസ് കിലുകിലെ വിറയ്ക്കാൻ തുടങ്ങി. ആരാ നീ? ഞാൻ ചന്ദ്രൻ, പഴവങ്ങാടി ചന്ദ്രൻ. കയ്യോ കാലോ വെട്ടുന്ന ചീള് കൊട്ടേഷനുകളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. പ്രാണൻ അത് മാത്രമേ ഞാൻ എടുക്കൂ. പിന്നെ ഒന്നും പറയാനുള്ള സമയം കിട്ടിയില്ല ജോണിന്. പഴവങ്ങാടി ചന്ദ്രൻ വലത് കൈയുടെ ചൂണ്ടുവിരൽ ലംബമാക്കി സർവ്വശക്തിയും ആ വിരലിലേക്ക് ആവാഹിച്ച് ഒറ്റകുത്ത്. ജോൺ തോമസിൻ്റെ തൊണ്ടക്കുഴിയിൽ. അയാളുടെ വാ അറിയാതെ തുറക്കപ്പെട്ടു. കണ്ണുകൾ തുറച്ചു വന്നു. ഒരു ശബ്ദം പോലും തൊണ്ടക്കുഴിയിൽ നിന്ന് ഉയർന്നില്ല. സകല ഞരമ്പുകളും കെട്ടിവരിയപ്പെട്ട പോലെ. നിന്നെടുത്തു നിന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ആ വിരൽ കൊണ്ട് തന്നെ പഴവങ്ങാടി ചന്ദ്രൻ ജോൺ തോമസിനെ പിന്നോട്ട് നടത്തി. കാലുകൾ കിടക്കയിൽ കുരുങ്ങി അയാൾ മലർന്നു വീണു. ചന്ദ്രൻ വിരലെടുത്തില്ല. കിടക്കയിൽ കൈക്കാലിട്ടടിച്ച് പിടഞ്ഞു ജോൺ. ചന്ദ്രൻ്റെ കൈക്ക് പിടിക്കാനുള്ള അയാളുടെ ശക്തി പോലും പോയി. കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പോലെയായി അയാൾ. 1/2 മിനിറ്റ് നേരം ചന്ദ്രൻ ആ വിരൽ അമർത്തിപ്പിടിച്ചു. പിന്നെ കൈ പിൻവലിച്ചു. ശ്വാസം വലിച്ചുവിടാൻ എന്നവണ്ണം ജോൺ തോമസ് വാ തുറന്നു. പിന്നെ അത് അടഞ്ഞില്ല. സമയം സന്ധ്യ. പത്തനംതിട്ടയിൽ പല ഭാഗങ്ങളിലും തൻ്റെ ആക്റ്റീവയിൽ കറങ്ങി നടന്നു പിങ്ക് പോലീസ്. SI വിജയ. ജീൻസും ടീഷർട്ടുമാണ് വേഷം. വെട്ടിപ്പുറത്തുകൂടി 2-3 വട്ടം അവൾ പോയി. അപ്പോഴാണ് ഒരാൾ ബൈക്കിൽ ചിൽഡ്രൻസ് പാർക്കിലെ പണിതീരാത്ത കെട്ടിടത്തിനടുത്തേക്ക് പോകുന്നത് കണ്ടത്. അവൾക്ക് ജിജ്ഞാസ തോന്നി. അങ്ങനെ ഒരാൾ അവിടെ പോകേണ്ട കാര്യമില്ല. അല്പം കൂടി നേരം ഇരുട്ടും വരെ അവൾ കാത്തിരുന്നു. പിന്നെ ആക്റ്റീവ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ആ കെട്ടിടത്തിനടുത്തേക്ക് നടന്നു. ജീൻസിൻ്റെ പോക്കറ്റിൽ പിസ്റ്റൾ ഉണ്ടായോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ചു. ഉണ്ട്. ഇരുളിൻ്റെ മറപ്പറ്റി അവൾ പാളികളില്ലാത്ത വാതിൽക്കലെത്തി. ഒരിടത്തും ഒരനക്കവുമില്ല. പെട്ടെന്നകത്ത് ആരുടെയോ പതിഞ്ഞ സംസാരം കേട്ടതുപോലെ തോന്നി. ഇരുളിലൂടെ തപ്പിത്തറഞ്ഞ് അവൾ അകത്തേക്ക് ചെന്നു. പൊടുന്നനെ അകത്തെ മുറിയിൽ മങ്ങിയ വെളിച്ചം കണ്ടു. ഭിത്തിയോട് ചേർന്ന് കരുതലോടെ അവൾ വാതിൽക്കലേക്ക് നീങ്ങി. ആ മുറിയിലെ വെളിച്ചം മെഴുകുതിരിയുടേതാണെന്ന് വിജയ കണ്ടു. ഇപ്പോൾ അവിടെ സംസാരിക്കുന്നത് ഒരുവിധം കേൾക്കാം. ഒരാൾ ഫോണിൽ സംസാരിക്കുകയാണ്. ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവന് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. പിന്നെ വായ്ക്ക് മുകളിൽ സെല്ലോട്ടോപ്പ് ഒട്ടിച്ചു. അത് കേട്ടപ്പോൾ വിജയുടെ ഹൃദയതാളം മുറുകി. നോബിൾ തോമസിനെ കുറിച്ച് ആയിരിക്കില്ലേ ഇയാൾ പറയുന്നത്? അവിടെ മറ്റാരില്ലെന്ന് ഉറപ്പാക്കിയിട്ട് വിജയ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് തലനീട്ടി. ഇപ്പോൾ മെഴുകുതിരി വെളിച്ചത്തിൽ അവൾ കണ്ടു. കസേരയിൽ ബന്ധിച്ച് മുഖത്ത് ടേപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു യുവാവ്. ഇവൻ തന്നെ, വിജയ ഉറപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ജാരസന്തതി. ശരി, വിശേഷം വല്ലതുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കാൾ കട്ട് ചെയ്തുകൊണ്ട് ഗ്രിഗറി തിരിഞ്ഞു. മിന്നൽ വേഗത്തിൽ വിജയ തല പിൻവലിച്ചു. പക്ഷേ ഒരു നിഴൽ അനങ്ങുന്നത് ഗ്രിഗറി കണ്ടു. ആരാവിടെ? ശബ്ദം അല്പം ഉയർത്തിക്കൊണ്ട് ഗ്രിഗറി വാതിൽക്കലേക്ക് പാഞ്ഞു വന്നു. ശബ്ദം കേൾപ്പിക്കാതെ SI വിജയ ശ്വാസം പോലും അടക്കി പിന്നോട്ട് നീങ്ങി. ശേഷം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി നിന്നു. പുറത്തെ ഇരുട്ടിലേക്കിറങ്ങി ഗ്രിഗറി ചുറ്റും നോക്കി. ആരുമില്ല. പക്ഷേ താൻ കണ്ടത് ഒരു തോന്നൽ മാത്രമാണെന്ന് കരുതുവാൻ ഒരുക്കമല്ലായിരുന്നു അയാൾ. കാതുകൾ കൂർപ്പിച്ച് അയാൾ നിന്നു. ആ നെറ്റി ചുളിഞ്ഞു. ആരോ ശ്വാസം വിടുന്നതിൻ്റെ നേർത്ത ശബ്ദം. അടുത്ത നിമിഷം അയാൾ ആ ശബ്ദം കേട്ടിടത്തേക്ക് കുതിച്ചു. തൻ്റെ നേരെ ഇരുൾ കട്ട പോലെ ഒരാൾ ചാടി വരുന്നത് വിജയ കണ്ടു. മിന്നൽ വേഗത്തിൽ അവളുടെ കാൽപാത ഉയർന്നു. നെഞ്ചിൽ ഒരു പാറ പതിച്ചതുപോലെയാണ് ഗ്രിഗറിക്ക് തോന്നിയത്. പതിഞ്ഞ നിലവിളിയോടെ മുന്നോട്ട് വളഞ്ഞ് അയാൾ പിന്നിലേക്ക് തെറിച്ചു. വാതിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മെഴുകുതിരിയുടെ ചതുര വെളിച്ചത്തിലേക്ക് മലർന്നു വീണു. തിരിഞ്ഞോടണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു വിജയ. പക്ഷേ ഓടിയാൽ മുഖ്യമന്ത്രിയുടെ ജാരസന്തതിയെ ഇനിയൊരിക്കലും തനിക്ക് കിട്ടിയെന്ന് വരില്ല. വിജയ ഗ്രിഗറിക്ക് നേരെ ചീറിയെടുത്തു. കൈകൾ തറയിൽ കുത്തി എഴുന്നേൽക്കാൻ ഭാവിക്കുകയായിരുന്നു അവൻ. അവൾ കാൽ വീശി വീണ്ടും അടിച്ചു. ഗ്രിഗറിയുടെ താടിയെല്ലാണ് തൊഴിയേറ്റത്. ഒരു വട്ടം കൂടി അയാൾ മലർന്നു വീണു. എന്നാൽ ആ നിമിഷം അയാൾ വിരലുകൾ വളച്ച് നാവിനടിയിലേക്ക് കയറ്റി ഒന്ന് വിസിലടിച്ചു. അതൊരു സിഗ്നലാണെന്ന് വിജയ്ക്ക് ഉറപ്പായി. കരുതലോടെ അവൾ പിസ്റ്റൾ വലിച്ചെടുത്തു. എന്നാൽ വൈകിപ്പോയി. പിന്നിൽ നിന്ന് അപ്രതീക്ഷിതമായി അവളുടെ പുറത്ത് ഒരു ചവിട്ടേറ്റു. അയ്യോ! അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ വിജയ പതറി. അവൾ ഗ്രിഗറിയുടെ മുകളിലേക്ക് കമിഴ്ന്നു വീണു. പിസ്റ്റൾ പിടിച്ച കൈ തറയിലിടിച്ചു. ഗ്രിഗറി അവളെ ചുറ്റിപ്പിടിച്ചു. വിജയ പിസ്റ്റൾ ചൂണ്ടാൻ ഭാവിച്ചു. അപ്പോഴേക്കും പിന്നിൽ നിന്നിരുന്ന ആൾ ആ കൈയിൽ ആഞ്ഞു ചവിട്ടി.
ചവിട്ടിൻ്റെ വേദന കൊണ്ട് നിലവിളിച്ചു പോയി വിജയ. അപ്പോഴേക്കും അവൾക്ക് ചുറ്റും 3 പേർ കൂടി നിരന്നു. ആ ക്ഷണം കയ്യിൽ ചവിട്ടിയവർ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ പിസ്റ്റൾ കുനിഞ്ഞെടുത്തു. വിടറ എന്നെ! വിജയ ഗ്രിഗറിയിൽ നിന്ന് കുതറാൻ ശ്രമിച്ചു. അയാൾ വിട്ടില്ല. പകരം അവളുമായി തറയിലൂടെ ഒരു വട്ടം ഉരുണ്ടു. ഇപ്പോൾ ഗ്രിഗറി അവളുടെ പുറത്തായി. അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ അവൾക്കു മീതെ എഴുന്നേറ്റിരുന്നു. ഇതൊരു പെണ്ണാണടാ, ഇങ്ങോട്ടൊന്ന് ടോർച്ചടിച്ചേ! ഗ്രിഗറിയുടെ ശബ്ദത്തിൽ ആഹ്ലാദം തിങ്ങി. ചുറ്റും നിന്നവരിൽ ഒരാൾ വിജയുടെ മുഖത്തേക്ക് ടോർച്ച് തെളിച്ചു. ഗ്രിഗറി ആശ്ചര്യം കൂറി. ഇതാ വനിതാ SI അല്ലേടാ, പിങ്ക് പോലീസിലെ? അതേലോ, ഒരാൾ പറഞ്ഞു. ഗ്രിഗറി വിജയെ ഒരു പുഴുത്ത തെറി വിളിച്ചു. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോടി എൻ്റെ നെഞ്ചത്തും മുഖത്തും ചവിട്ടാൻ? ചോദിച്ചതും അയാൾ വലങ്കയുടെ അകവും പുറവും വീശി അവളുടെ ഇരുകവിളുകളിലും തുടരെ തുടരെ മാറി മാറി അടിച്ചു. വിജയെ നിലവിളിച്ചു. ഗ്രിഗറി വീണ്ടും തെറി പറഞ്ഞു. മിണ്ടരുത് നീ! വിജയുടെ കണ്ണുകളിൽ കർപ്പൂരം വീണതുപോലെയുള്ള നീറ്റൽ. അവളുടെ ചുണ്ട് പൊട്ടി ചോര കിരിഞ്ഞു. ക്രൂരമായ ഒരു ചിരിയോടെ ഗ്രിഗറി എഴുന്നേറ്റു. പിന്നെ തളർന്ന് അവശയായതുപോലെ കിടക്കുന്ന SI വിജയെ നോക്കി പുച്ഛത്തോടെ. ഒരു SI വന്നിരിക്കുന്നു! അയാൾ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. ഈ രാത്രി നമുക്ക് ആഘോഷിക്കാൻ ചെകുത്താൻ കൊണ്ടു തന്നതാ ഇവളെ. ഇനി ഒരു പോലീസും നമുക്കെതിരെ വരാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകാൻ. വിജയ ഗ്രിഗറിയെ നോക്കി. പക്ഷേ കണ്ണുകൾ കലങ്ങി. മഞ്ഞിൽ എന്ന വണ്ണം ഗ്രിഗറി നിൽക്കുന്നതായാണ് അവൾക്ക് തോന്നിയത്. നീ എന്താ ഈ കരുതിയത്? ഞാൻ ഒറ്റയ്ക്കുള്ളെന്നോ? അതുകൊണ്ടാണ് ഈ പരാക്രമത്തിന് മുതിർന്നതെന്ന് എനിക്കറിയാം. വിജയം മിണ്ടിയില്ല. കവിളുകളിൽ കുത്തി കീറിയതുപോലെയാണ് വേദന. ഗ്രിഗറി ഒപ്പമുള്ളവരോട് നിർദ്ദേശിച്ചു. ഇവിടെ കയ്യും കാലും കൂട്ടിക്കെട്ട്, വായിൽ കുറച്ച് തുണിയും തിരുക്. പോലീസല്ലേ വർഗം, വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച പഴയ കയർ കൊണ്ട് അവർ വിജയുടെ കൈക്കാലുകൾ ബന്ധിച്ചു. ഒരുവൻ തൻ്റെ കർച്ചീഫ് ചുരുട്ടി വിജയുടെ വായിൽ കുത്തിത്തിരുകി. ശേഷം ഒരാൾ അവളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അകത്തെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. സ്പാനർ മൊസയുടെ കണക്കുകൂട്ടൽ എത്ര ശരിയായിരുന്നു എന്ന് ഗ്രിഗറി ഓർത്തു. താൻ മാത്രം നോബിളിൻ്റെ അടുത്തായാൽ പോരെന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു ടീമിനെ കൂടെ തനിക്കൊപ്പം അയച്ചത്. വിജയയെ അവർ നോബിളിനെ ബന്ധിച്ചിരുന്ന കസേരയ്ക്ക് മുന്നിൽ കൊണ്ടിട്ടു. വിജയുടെ കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞു തൂവി. ഒറ്റയ്ക്ക് ഇവിടെ വന്നു കയറിയതിനെ അവൾ സ്വയം പഴിച്ചു. പാടില്ലായിരുന്നു. തൻ്റെ ടീമിനെ വിവരം അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ സത്യനെ കൊന്നവരോടുള്ള പക മനസ്സിൽ ചോര പൊടിച്ചുകൊണ്ടിരുന്നതിനാൽ നോബിളിനോട് പ്രതികാരം ചെയ്യാനായിരുന്നു ധൃതി. അവിടെയാണ് തനിക്ക് പിഴച്ചുപോയത്. മറ്റുള്ള സംഘാംഗങ്ങൾ ഗ്രിഗറിയെ നോക്കി. ഞങ്ങൾ നല്ല സ്വയംഭം വാറ്റുചാരയവും താറാവു കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ ആശാനെ? ഗ്രിഗറിയുടെ കണ്ണുകൾ തിളങ്ങി. വേഗമെടുക്ക്! ഈ പോലീസുകാരുടെ ഇടപെടുമ്പം ലഹരി ഒരു മരുന്ന, പ്രത്യേകിച്ചും നാടൻ സാധനത്തിൻ്റെ. ഒരാൾ പുറത്തുപോയും മടങ്ങി വന്നത് 2 കുപ്പി വാറ്റുചാരായവും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ താറാവു കറിയുമായാണ്. നിനക്ക് വേണോടി ചാരായവും താറാവും? നല്ല കോമ്പിനേഷനാ. വിജയ കണ്ണുകൾ അടച്ചു കളഞ്ഞു. കയർ എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവൾക്കരികിൽ തന്നെ അവർ ഒരു വൃത്തമായിരുന്നു. കുപ്പി തുറന്നപ്പോൾ ചാരായത്തിൻ്റെ ദുർഗന്ധം വിജയ്ക്ക് അനുഭവപ്പെട്ടു. ഗ്രിഗറി കുപ്പി വായിലേക്ക് ചരിച്ചു. 2 കവിൾ കുടിച്ചു. ഹോ, ഉഗ്രൻ സാധനം! ആമാശയം വരെ തീ പിടിക്കുന്നു. അയാൾ ഒരു കഷ്ണം താറാവിറച്ചി കൂടി എടുത്ത് വായിലിട്ടിട്ട് കുപ്പി അടുത്തയാൾക്ക് കൈമാറി. ഒന്നാന്തരം എരിവുള്ള ഇറച്ചി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം. വീട്ടിലുമുണ്ട് ഒരുത്തി. ഉപ്പും കാണത്തില്ല, മുളകും കാണത്തില്ല. ഗ്രിഗറി പിറുപിറുത്തു. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ കുപ്പി തീർന്നു. 4 പേരിലും ലഹരി പടർന്നു തുടങ്ങി. എല്ലാം കണ്ടും കേട്ടും അർദ്ധം മയക്കത്തിൽ എന്നവണ്ണം കണ്ണുകൾ പകുതി തുറന്ന് കസേരയിൽ ഇരിക്കുകയാണ് നോബിൾ തോമസ്. തൻ്റെ മുന്നിലിട്ട് ഈ സ്ത്രീയെ ഇവർ പിച്ചു ചീന്തുമെന്ന് അവന് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കുപ്പി ചാരായവും തീർന്നു. താറാവിറച്ചിയും. 4 പേരും നല്ല ഫോമിലായി. ഗ്രിഗറി ഒന്നുകൂടി വിരൽ നക്കിയിട്ട് പാൻറ്റിൽ കൈ തുടച്ചു. ഇനി നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ. ഞാൻ ഈ SI കൊച്ചുമായി ഒന്ന് സംസാരിക്കട്ടെ, ഗ്രിഗറി മറ്റുള്ളവരോട് കൽപ്പിച്ചു. അവർ എഴുന്നേറ്റു. തൻ്റെ അന്ത്യം ആഗമമായെന്ന് വിജയ തിരിച്ചറിഞ്ഞു. 3 പേരും വിജയെ നോക്കി ഒരു വഷളൻ ചിരി പാസാക്കി. പിന്നെ പുറത്തേക്ക് നടന്നു. ഗ്രിഗറി വിജയ്ക്ക് അരികിലിരുന്നു. കൈക്കാലുകൾ ബന്ധിച്ചിരുന്നെങ്കിലും എങ്ങനെയും അയാളെ പ്രതിരോധത്തിലാക്കണമെന്ന് വിജയ ഉറപ്പിച്ചു. പോലീസ് കൊച്ചേ! ഗ്രിഗറി അവൾക്ക് നേരെ കൈ നീട്ടി. അടുത്ത നിമിഷം പുറത്തൊരു നിലവിളി കേട്ടു. ഗ്രിഗറി ഞെട്ടിത്തിരിഞ്ഞു. അയാളിൽ നിന്ന് അമ്പരന്ന ഒരു ശബ്ദമുണ്ടായി. പുറത്തേക്ക് പോയ 3 പേരിൽ ഒരാൾ അകത്തേക്ക് പറന്നു വരുന്നതാണ് കണ്ടത്. ഗ്രിഗറി ചാടി എഴുന്നേറ്റു. ഒരാൾ അയാളുടെ കാൽച്ചോട്ടിൽ വന്ന് വീണു. ചാക്കുകെട്ട് കണക്കെ. വിജയ്ക്ക് ഒന്നും മനസ്സിലായില്ല. തറയിൽ വന്നു വീണവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ശ്വാസം വിലങ്ങിയതുപോലെ പിടഞ്ഞു. ആരുടെ അവിടെ? അലറിക്കൊണ്ട് ഗ്രിഗറി പുറത്തേക്ക് കുതിച്ചു. ആ ക്ഷണം ബാക്കി 2 പേർ കൂടി അടിയേറ്റ് തറയിൽ വീണു. ഒരു ഗ്ലാസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ ഗ്രിഗറി നിന്നു. മുന്നിൽ വാതിലിൻ്റെ ഇരുപടികളിലും കൈകൾ അമർത്തി ഒരു ദീർഘകായൻ. അയാൾ ഹെൽമറ്റും കൈയുറകളും ധരിച്ചിരുന്നു. ഒരായുധത്തിനായി ഗ്രിഗറിയുടെ കണ്ണുകൾ ചുറ്റും പരതി. ഹെൽമറ്റുധാരി കനത്ത ചുവടുകളോടെ അകത്തേക്ക് വന്നു. തറയിൽ കിടക്കുന്നവർക്ക് മുകളിലൂടെ ഇപ്പുറത്തേക്ക് കാലുകൾ വെച്ചു.
പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ഗ്രിഗറി കുതിച്ചു ചാടി കൈവീശി ഹെൽമറ്റ് ധാരിയെ അടിച്ചു. എന്നാൽ അയാൾ അടിത്തടഞ്ഞു. ഗ്രിഗറിയുടെ കൈ അയാളുടെ കൈപ്പത്തിക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു. ആ ഗ്രിഗറി വേദന കൊണ്ട് പൊളഞ്ഞു. അയാൾ ഗ്രിഗറിയുടെ കൈ ഒന്ന് തിരിച്ചു. താറാവിൻ്റെ കഴുത്ത് തിരിക്കുന്നത് പോലെ ഗ്രിഗറിയുടെ ശരീരവും തിരിഞ്ഞു. അയാൾ ഇപ്പോൾ ഹെൽമറ്റ് ധാരിക്ക് പുറം തിരിഞ്ഞ നിലയിലായി. നിങ്ങളാരാ? വേദന കൊണ്ട് ഞെരിയുന്ന ഒച്ചയിൽ ഗ്രിഗറി തിരക്കി. ഞാൻ കൽക്കി. അയാളുടെ ഹെൽമറ്റിനുള്ളിൽ നിന്ന് ശബ്ദം കേട്ടു. മുസഫിർ സുബ്രഹ്മണ്യ ഈശോ, കാലിൻ്റെ പുതിയ അവതാരം. പറഞ്ഞു നിർത്തിയതും അയാൾ ഗ്രിഗറിയെ പിടിവിടാതെ തന്നെ വലം കൈ മുട്ടുമടക്കി ഒറ്റയിടി. ഗ്രിഗറിയുടെ തോൾ പലകൾക്ക് മധ്യേ നട്ടലിന് പുറത്ത്. അമ്മേ! ഗ്രിഗറിയുടെ കണ്ണ് തള്ളി. തറയിൽ കിടന്ന വിജയിയും കസേരയിലിരുന്ന നോബിൾ തോമസും വിസ്മയത്തോടെ കൽക്കിയെ നോക്കി. അയാൾ ഗ്രിഗറിയിലെ പിടിവിട്ടു. വാഴത്തണ്ട് കണക്കെ ഗ്രിഗറി താഴെ വീണു. ഒട്ടും തിരക്കം കൂട്ടാതെ കൽക്കി ഒറ്റ കൈ കൊണ്ട് വിജയെ വലിച്ചുയർത്തി. പിന്നെ വായിൽ നിന്ന് കർച്ചീഫ് വലിച്ചെടുത്തു. ഹാ! വിജയ ശ്വാസം വലിച്ചു വിട്ടു. കൽക്കി അവളെ ബന്ധിച്ചിരുന്ന കയറഴിച്ചു. താങ്ക്സ്. വിജയ കൽക്കിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സത്യത്തിൽ നിന്റെ കരണത്ത് ഒന്ന് തരികയാണ് വേണ്ടത്, കൽക്കി പറഞ്ഞു. പോലീസാണെന്ന് കരുതി ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടും മുൻപ് നീ ഒന്ന് ഓർക്കണമായിരുന്നു, നീ ഒരു പെണ്ണാണെന്ന്. വിജയുടെ തല കുനിഞ്ഞു. കൽക്കി തുടർന്നു. ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ? പത്തനംതിട്ടയിലെ ഏതെങ്കിലും മലിനമായ ഒരു തോട്ടിൽ ശവമായി കിടന്നേനെ നീ. വിജയുടെ തല കുനിഞ്ഞു. അവനെ കൂടി അഴിച്ചുവിട്, കൽക്കി നോബിളിന് നേർക്ക് കൈ ചൂണ്ടി. വിജയ അപ്രകാരം ചെയ്തു. നോബിൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റെങ്കിലും വേച്ചുപോയി. കൽക്കി അവനെ ഉയർത്തി തോളിലിട്ടു. വാടി, വിജയോട് പറഞ്ഞിട്ട് തറയിൽ കിടന്നു ഞരങ്ങുന്നവർക്ക് ഇടയിലൂടെ അവർ പുറത്തേക്ക് നടന്നു. കൽക്കിയുടെ പിന്നാലെ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ വിജയ തറയിൽ കിടന്ന് ഞരങ്ങുന്ന ഗ്രിഗറിയെ പകയോട് നോക്കി. പിന്നെ ഷൂസ് അണിഞ്ഞ കാൽ കൊണ്ട് ഒറ്റത്തൊഴി അയാളുടെ വാരിയലകൾക്ക് ഇടയിൽ. ആ! അവ്യക്തമായ ഒരു വിലാപം ഗ്രിഗറിയുടെ വായിൽ നിന്ന് ഉയർന്നു. വിജയ മറ്റു 3 പേരെയും നോക്കി. കൽക്കി എന്തുകൊണ്ടാണ് അവരെ ആക്രമിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. കൈകൊണ്ടടിച്ചാൽ ഇത്രയും പറ്റുമോ? അവൾ 3 പേരുടെയും പോക്കറ്റുകൾ പരിശോധിച്ചു. തന്നിൽ നിന്നെടുത്ത പിസ്റ്റൾ കിട്ടി. അത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരുകി. കൽക്കി നോബിൾ തോമസുമായി പുറത്തിറങ്ങിയിരുന്നു. വിജയ ഓടി അയാൾക്കൊപ്പമെത്തി. നിങ്ങളാരാ? എന്തിനാ? ഹെൽമറ്റിനുള്ളിൽ നിന്ന് ശബ്ദം വന്നു. എന്നെ അറസ്റ്റ് ചെയ്യാനാണോ? അയ്യോ അല്ല. എങ്കിൽ ചില കാര്യങ്ങൾ അറിയാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, അയാൾ പറഞ്ഞു. വിജയുടെ ആക്ടിവയ്ക്ക് അടുത്ത് തന്നെ കൽക്കിയുടെ ബുള്ളറ്റ് ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ വിജയ അതിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു. കൽക്കി അത് മനസ്സിലാക്കി. ഈ നമ്പർ ട്രേസ് ചെയ്താലൊന്നും എന്നെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ നമ്പർ നിങ്ങളുടെ DGPയുടെ മകൻ്റെ കാറിൻ്റെയാ. വിജയ ചമ്മിപ്പോയി. കൽക്കി നോബിളിനെ താഴെ നിർത്തി. നിനക്ക് ബൈക്കിൻ്റെ പിന്നിലിരുന്ന് എന്നെ പിടിച്ചാളോ മോടാ? കൽക്കി അവനോട് തിരക്കി. നോബിൾ മോളി. അല്ല, നിങ്ങളിവനെ കൊണ്ടുപോവുകയാണോ? എനിക്കിവനെ വേണം. വിജയ മുന്നോട്ട് നീങ്ങി. എന്തിന്? അങ്ങനെ വേണമായിരുന്നെങ്കിൽ നീ ഇവനെ രക്ഷിക്കണമായിരുന്നു. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത നിലയ്ക്ക് നിനക്ക് എന്ത് ചെയ്യാനാവും അല്ലേ? തൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റതുപോലെ തോന്നി വിജയ്ക്ക്. കൽക്കി തുടർന്നു. ഒരുപാട് തല്ലി കിട്ടിയതല്ലേ? എങ്ങനെയെങ്കിലും ഈ സ്കൂട്ടർ ഓടിച്ച് വീട് പറ്റാൻ നോക്ക്. എന്നിട്ട് കുഴമ്പ് പുരുട്ടി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്ക്. ഇതും പറഞ്ഞിട്ട് കൽക്കി ബൈക്കിൽ കയറി. നോബിളിനെയും പിടിച്ചു കയറ്റി. ബൈക്ക് സ്റ്റാർട്ടായി. വിജയ്ക്ക് തടയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൽക്കിയോട് പിടിച്ചു നിൽക്കാൻ തനിക്കാവില്ലെന്ന ഉത്തമ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. കാതുകളിൽ വെടിവെച്ച നിറച്ച് ബുള്ളറ്റ് ബൈക്ക് പാഞ്ഞുപോയി. വിജയ തൻ്റെ ആക്റ്റീവയിൽ കയറി. നേരം പുലരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു. സ്പാനർ മൂസയും സാദിഖും വിക്രമനും. രാഹുലും സാവിത്രിയും ഹോസ്പിറ്റലിൽ തന്നെയാണ്. രാജസേനന് ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. പൊടുന്നനെ സ്പാനർ മൂസയുടെ സെൽഫോൺ ശബ്ദിച്ചു. മൂസ ഞെട്ടി ഉണർന്നു. കണ്ണുകൾ തുറക്കാതെ തന്നെ തലയിണക്കരികിലിരുന്ന ഫോൺ എടുത്ത് കാതോട് ചേർത്തു. പറഞ്ഞോ. ഞാനാ. അപ്പുറത്തു നിന്ന് ഗ്രിഗറിയുടെ പതറിയ ശബ്ദം കേട്ടു. എന്താടാ? നോബിളിനെ കൽക്കി രക്ഷപ്പെടുത്തി. നടുങ്ങിപ്പോയി മൂസ. അയാളുടെ ഉറക്കം മുറിഞ്ഞു. മൂസ ചാടി എഴുന്നേറ്റു. ആ പന്നിയെ കൊല്ലാമായിരുന്നില്ലേ നിനക്ക്? മറ്റുള്ളവന്മാർ അവിടെ ഇല്ലായിരുന്നോടാ? അയാളുടെ അലർച്ച കേട്ട് സാദിഖും വിക്രമനും ഞെട്ടി ഉണർന്നു. വിക്രമൻ മുറിയിലെ ലൈറ്റ് തെളിച്ചു. ചുരുങ്ങിയ വാക്കുകളിൽ ഗ്രിഗറി മൂസയോട് കാര്യം പറഞ്ഞു. ഓഹോ! മൂസ ചീറി. ഒരു പെണ്ണിൻ്റെ ചൂരടിച്ചപ്പോൾ നീയൊക്കെ എല്ലാം മറന്നു. വിലപിടിച്ച ഒരു നിധിയാണ് സൂക്ഷിക്കുന്നതെന്ന് എന്താടാ നീയൊന്നും ഓർക്കാത്തത്? ഗ്രിഗറിയുടെ മറുപടി കിട്ടിയില്ല. മൂസ കൽപ്പിച്ചു. ഞാൻ തിരിച്ചെത്തും മുമ്പ് നോബിളിനെ തിരികെ കിട്ടിയിരിക്കണം. കൽക്കിയും വിജയും മരിച്ചിരിക്കണം. പറഞ്ഞിട്ട് അയാൾ കാൽ മുറിച്ചു. ഫോൺ കിടക്കയിലേക്ക് ആഞ്ഞ് എറിഞ്ഞു സ്പാനർ മൂസ. വിക്രമനും സാദിഖും സന്ദേഹത്തോടെ അയാളെ നോക്കി. എന്തു പറ്റിയണ്ണാ? ഇനി എന്തു പറ്റാൻ? മൂസയുടെ പല്ലുകൾ ഞെരിഞ്ഞു. ആ കഴുതയുടെ മോൻ നോബിളിനെ വിട്ടുകളഞ്ഞു. വിക്രമനും സാദിഖും പരസ്പരം നോക്കി. ഇനി എന്തു ചെയ്യും? മൂസ എഴുന്നേറ്റു. തലേന്ന് രാത്രിയിൽ കഴിച്ചതിൻ്റെ ബാക്കിയിരുന്ന മദ്യം എടുത്ത് കുപ്പിയോടെ വായിലേക്ക് കമഴ്ത്തി. 2 കവിൾ അകത്താക്കിയിട്ട് പുറം കൈ കൊണ്ട് ചുണ്ടു തുളച്ചു.
നോക്ക്, അയാൾ വിക്രമനോടും സാദിഖിനോടും പറഞ്ഞു. തൽക്കാലം ഇക്കാര്യം രാഹുൽ അറിയണ്ട. അവൻ ഇവിടെ നിന്ന് നാട്ടിൽ മടങ്ങിയെത്തും മുൻപ് നമ്മൾ നോബിളിനെ വീണ്ടും പൊക്കിയിരിക്കും. ഇരുവരും തലയാട്ടി. ആ സമയത്ത് മെഡിക്കൽ കോളേജിലെ പേവാർഡിൽ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു രാഹുൽ. തൊട്ടടുത്ത കിടക്കയിൽ കിടക്കുന്ന അമ്മയും ഉറങ്ങിയിട്ടില്ലെന്ന് അവനറിയാം. ഇടയ്ക്കിടെ ഉയരുന്ന ദീർഘനിശ്വാസങ്ങൾ അതിൻ്റെ തെളിവാണ്. രാഹുൽ മനസ്സിൽ പല കണക്കുകളും കൂട്ടുകയും കഴിക്കുകയും ചെയ്തു. അച്ഛന് അടുത്ത കാലത്തൊന്നും ഹോസ്പിറ്റൽ വിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. അച്ഛൻ്റെ ചീഫ് മിനിസ്റ്റർ പദവി അത് പാടില്ല. പുതിയ തന്ത്രം മെനയണം. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തത്. കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി കസേര അച്ഛന് തന്നെ കിട്ടണം. നേരം ശരിക്കും പുലരും മുമ്പ് രാഹുൽ അതിനുവേണ്ട ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. രാവിലെ അവൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന രാജസേനനെ കണ്ടു. എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാജസേനൻ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ ഡോക്ടർമാർ ഉറപ്പു നൽകി. രാഹുലിന് അത് ആശ്വാസമായിരുന്നു. 10 മണിക്ക് അവൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചു. 2 മണിക്ക് ഓഫീസിൽ വെച്ച് കാണാമെന്ന് വേലായുധൻ മാസ്റ്റർ ഉറപ്പു നൽകി. വിഴിഞ്ഞത്ത് ലോഡ്ജിൽ മരിച്ച നിലയിൽ ജോൺ തോമസിനെ കണ്ടെത്തിയ കാര്യം അപ്പോഴേക്കും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു. രാഹുലിൻ്റെ ഉള്ളിൽ സംശയം ഉടലെടുത്തു. ജോൺ തോമസ് തിരുവനന്തപുരത്ത് വന്നെങ്കിൽ അത് ചീഫ് മിനിസ്റ്ററെ കാണാനാണെന്ന് ഉറപ്പ്. ഇവിടെ വെച്ച് തന്നെ അയാൾ മരിക്കണമെങ്കിൽ അതിനർത്ഥം സൂയിസൈഡ് അല്ലെന്ന് തന്നെയാണ്. പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ തോന്നിപ്പിക്കുന്ന മർഡർ ആയിക്കൂടെ? അതാണ് സത്യമെങ്കിൽ ഒരാൾക്കു നേരെയാണ് സംശയത്തിൻ്റെ വിരൽ ചൂണ്ടപ്പെടുന്നത്. CM വേലായുധൻ മാസ്റ്റർ. എന്തും ചെയ്യാനും ചെയ്യിക്കാനും കരറുറപ്പുള്ള ആളാണ് മാസ്റ്റർ എന്ന് രാഹുലിനറിയാം. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അവൻ മുറിയിലൂടെ അങ്ങിങ്ങും നടന്നു. സാവിത്രി ICUവിന് പുറത്തായിരുന്നു. പൊടുന്നനെ നടത്തം നിർത്തി രാഹുൽ. പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്ത് സ്പാനർ മൂസയെ വിളിച്ചു. മൂസ, ഈ തലസ്ഥാനത്തുള്ള കൊട്ടേഷൻ ടീമുകളെയൊക്കെ തനിക്കറിയാമല്ലോ അല്ലേ? അറിയാം. എന്താ സാബ്? എനിക്കറിയാത്ത ടീം ഉണ്ടെങ്കിൽ പോലും അറിയാൻ വേറെ മാർഗമുണ്ട്, മൂസ പറഞ്ഞു. എങ്കിൽ ഉടൻ അറിയണം. വെഞ്ഞാറമൂട്ടിൽ വെച്ച് അച്ഛന് സംഭവിച്ചത് വെറും ആക്സിഡൻ്റ് ആണോ അതോ ഒരു കൊട്ടേഷൻ വർക്കാണോ എന്ന്. എന്താ സാർ ഇപ്പോഴും ഇങ്ങനെ ഒരു സംശയം? മൂസയുടെ സ്വരത്തിൽ ജിജ്ഞാസ. അങ്ങനെ ഒരു തോന്നൽ. സത്യം അറിഞ്ഞില്ലെങ്കിൽ എന്നും ഒരു കരടായി അത് മനസ്സിൽ കിടക്കും. ഞാൻ ഉടനെ അന്വേഷിക്കാം സാർ. കാൾ മുറിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ ഫോണിലേക്ക് സ്പാനർ മൂസയുടെ വിളി വന്നു. സാർ, സാറിൻ്റെ സംശയം ശരിയാണ്. വട്ടപ്പാറക്കാരനായ ഒരാളുടേതാണ് ടിപ്പർ. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ആ ലോറി അയാൾ വിറ്റത്. വാങ്ങിയത് തിരുവനന്തപുരത്തെ ഒരു ഒറ്റയാൾ പോരാളി, കൊടും ക്രിമിനൽ. ആരാവൻ? രാഹുലിൻ്റെ ഹൃദയതാളം മുഴുകി. അവൻ, സ്പാനർ മൂസ പറഞ്ഞു. ഡൽഹിയിലെ ഒരു കൂട്ട മാനബാങ്ക് കേസിനെ കുറിച്ച് സാറിന് ഓർമ്മയില്ലേ? ബസ്സിൽ വെച്ച് ഒരു യുവതിയെ. രാഹുൽ ഓർത്തു. ഇന്ത്യയാകെ കോളിളക്കം ഉണ്ടാക്കിയ ആ സംഭവം. അതും ഇതുമായി എന്ത് ബന്ധമാണ് മൂസേ? ബന്ധമുണ്ട് സാർ. മൂസയുടെ ശബ്ദം പതിഞ്ഞു. അക്കൂട്ടത്തിൽ ഞങ്ങളെക്കാളൊക്കെ, അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ ക്രിമിനൽ വാസനയുള്ള ഒരാൾ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ. അതുകൊണ്ട് തന്നെ അവന് കോടതി നൽകിയ ശിക്ഷ ജുവനൈൽ ഹോമിലേക്ക് അയക്കുകയായിരുന്നു. രാഹുൽ മൂസ പറയുന്നത് കേട്ട് ആകാംക്ഷ കൊണ്ടിരുന്നു. ആ പയ്യൻ വളർന്നു കഴിഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ നിർത്തിയാൽ ജനങ്ങൾ അവനെ തല്ലിക്കൊല്ലുമെന്ന് സംശയിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു. ഇവിടുത്തെ ഏതോ ഹോട്ടലിൽ തൊഴിലാളിയായി അവൻ ജീവിക്കുന്ന വിവരം പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തു. അവനിന്ന് വളർന്ന് കണ്ടാൽ ഒരു പാവത്താനെ പോലെ തോന്നിക്കുന്ന കുട്ടികളുടെ മുഖമുള്ള ഒരാളായി. എന്നാൽ കൊടും ക്രിമിനലായി ജീവിക്കുന്നു. ഈ തലസ്ഥാനത്തെ പല രാഷ്ട്രീയക്കാരുടെയും ഗുണ്ടയാണിന്നവൻ. ഇവിടുത്തെ അവൻ്റെ പേർ പഴവങ്ങാടി ചന്ദ്രൻ. ശിരസിൽ കൂടം കൊണ്ട് ഒരടിയേറ്റതുപോലെ പിടഞ്ഞുപോയി രാഹുൽ. അതിനിടെ സ്പാനർ മൂസയുടെ ശബ്ദം വീണ്ടും കേട്ടു. അവനാണ് ആ ടിപ്പർ ലോറി വാങ്ങിയതും. സാനൻ സാറിനെ ബാക്കി കേട്ടില്ല രാഹുൽ. കാതുകൾ കൊട്ടിയടക്കപ്പെട്ടു. പഴവങ്ങാടി ചന്ദ്രൻ. ആ പേര് തേനീച്ചകൾ മുരളും പോലെ അവൻ്റെ തലച്ചോറിൽ കിടന്നു പുളഞ്ഞു. എങ്കിലും സംശയത്തോടെ രാഹുൽ തിരക്കി. മൂസ എങ്ങനെ ഈ വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞു? മൂസയുടെ ചിരി ഫോണിലൂടെ ഒഴുകിയെത്തി. ഗുണ്ടകളുമായിട്ട് മാത്രമല്ല സാറേ എനിക്ക് ബന്ധം. നന്ദിയുള്ള ഒരുപാട് പോലീസുകാർ ഇന്നും സേനയിലുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വരെ കണക്കെടുത്ത് നീതി നടത്തുന്നവർ. അവരെ എനിക്ക് പറഞ്ഞു തന്നതാ ഇത്. രാഹുലിൻ്റെ കണ്ണുകൾ കുറുകി. എങ്കിൽ മൂസ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാനും CVM തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിനു മുൻപ് എനിക്ക് അവനെ വേണം, പഴവങ്ങാടി ചന്ദ്രനെ. നിനക്ക് പറ്റുമോ? ഈ കേരളത്തിൽ എനിക്ക് പറ്റാത്തയെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല സാർ. അതുകൊണ്ട് സാർ ധൈര്യമായിട്ട് വിശ്വസിച്ചോ. 1 മണിക്കൂർ മുമ്പ് ചന്ദ്രൻ സാറിൻ്റെ മുന്നിലുണ്ടാവും. മൂസ കാൾ മുറിച്ചു. അസ്വസ്ഥതയോടെ രാഹുൽ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അപ്പോഴും അവൻ്റെ പല്ലുകളിൽ ആ പേര് ഞെരിഞ്ഞു. പഴവങ്ങാടി ചന്ദ്രൻ. ചന്ദ്രൻ അപ്പോൾ പഴവങ്ങാടി ഗണപതി കോവിലിനടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ കിച്ചണിൽ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ കഴുകുകയായിരുന്നു അവൻ. ഹോട്ടലുടമ കിച്ചണിലേക്ക് വന്നു. ഡേയ് ചന്ദ്ര, ഇങ്ങനെ കഴുകിക്കൊണ്ട് നിന്നാൽ നേരം വൈകിയാലും തീരത്തിലല്ലോടാ. ചന്ദ്രൻ തലതിരിച്ചു. ഞാൻ തീർത്തോളാം മുതലാളി.
ഹോട്ടലുടമ അമർത്തി മൂളി. പിന്നെ പാചകക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് കൗണ്ടറിലേക്ക് പോയി. ഒരു ഇടത്തരം ഹോട്ടലായിരുന്നു അത്. ഉച്ച സമയത്ത് മാത്രം അവിടെ നല്ല തിരക്കായിരിക്കും. ഹോട്ടലിന് മുന്നിൽ ഒരു സ്കോർപിയോ വന്നു നിന്നു. അതിൽ നിന്ന് 3 പേർ ഇറങ്ങി. അവർ അകത്ത് കസേരകളിൽ വന്നിരുന്നു. മൂസയും സംഘവും. വെയിറ്റർ അടുത്തെത്തി. കഴിക്കാൻ എന്തുണ്ട്? മൂസ തിരക്കി. മീൽസ് ആയിട്ടില്ല, പൊറോട്ടയും ചിക്കനും എടുക്കാം. ആ ശരി, പറഞ്ഞത് സാദിഖാണ്. വെയിറ്റർ അടുക്കള ഭാഗത്തേക്ക് പോയി. ചന്ദ്ര, 3 പ്ലേറ്റിംഗ് എടുക്ക്. അത് കേട്ട് മൂസയും സംഘവും അവിടേക്ക് മുഖം തിരിച്ചു. ചന്ദ്രൻ പ്ലേറ്റുകൾ വന്നു വയ്ക്കുന്നത് അവർ കണ്ടു. ഒറ്റ നോട്ടത്തിൽ ഒരു സാധുവിനെ പോലെ തോന്നിക്കുന്ന ആൾ. എന്നാൽ നിർജീവമായ അവൻ്റെ കണ്ണുകളിലെ ക്രൂരത സഹജവാസന കൊണ്ട് സ്പാനർ മൂസ തിരിച്ചറിഞ്ഞു. വെയിറ്റർ പ്ലേറ്റിലേക്ക് പൊറോട്ടയും ചിക്കൻ കറിയും എടുത്തു വച്ചു. കൈ കഴുകാൻ എന്ന ഭാവത്തിൽ മൂസയും സംഘവും എഴുന്നേറ്റു. പിന്നെ മിന്നൽ വേഗത്തിൽ കിച്ചൺ ഭാഗത്തെത്തി. ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂസ ഒരു പ്ലേറ്റ് ചിക്കൻ കറി എടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. ആ ചൂട് ചിക്കൻ കറി മുഖത്ത് വീണപ്പോൾ പഴവങ്ങാടി ചന്ദ്രൻ അലറി. അത് കേട്ടുകൊണ്ട് പാചകക്കാരൻ ഞെട്ടിത്തിരിഞ്ഞു. കൗണ്ടറിൽ നിന്നും ഹോട്ടലുടമ ചാടി എണീറ്റു. പിടിക്കാവനെ, സ്പാനർ മൂസ അനുയായികളോട് ഗർജിച്ചു. അവർ മുന്നോട്ടാഞ്ഞു. പക്ഷേ കണ്ണുകൾ നീറി പുകയുമ്പോഴും ചന്ദ്രൻ കൈകൾ കൊണ്ട് ചുറ്റും പരതി. കയ്യിൽ തടഞ്ഞത് ഒരു വലിയ ഇരുമ്പ് ചട്ടുകം. അവൻ അത് വലിച്ചെടുത്തു. ശത്രുവിൻ്റെ സ്ഥാനം വ്യക്തമല്ലെങ്കിലും വാൾ പോലെ അത് കുറുകെ വീശി. സാദിഖും വിക്രമനും തെന്നിമാറി. അപ്പോഴേക്കും പാചകക്കാർ പ്രത്യാക്രമണത്തിനൊരുങ്ങി. എന്ത് തോന്നിയ സമടൊക്കെ കാണിച്ചത്? മിന്നൽ വേഗത്തിൽ സ്പാനർ മൂസ അരയിൽ നിന്ന് ഒരു വലിയ സ്പാനർ വലിച്ചെടുത്തു. അത് വീശി ചന്ദ്രൻ്റെ പിൻകഴുത്തിൽ ഒറ്റയടി. അസ്പഷ്ടമായ ഒരു നിലവിളിയോടെ ചന്ദ്രൻ മുന്നോട്ട് മറിഞ്ഞു. ചട്ടുകം കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. ഞൊടിയിടയിൽ സാദിഖും വിക്രമനും ശിരസിന് പിന്നിലേക്ക് കൈ കടത്തി. ഷർട്ടിൻ്റെ കോളറിനടിയിൽ നിന്ന് വടിവാളുകൾ വലിച്ചെടുത്തു. അനങ്ങിപ്പോകരുത് ഒരുത്തനും, വെട്ടി കീറിക്കളയും ഞങ്ങൾ. സാദിഖ് വട്ടം തിരിഞ്ഞു. ഹോട്ടലുടമയും പാചകക്കാരും സ്തബ്ധരായി. സ്പാനർ മൂസ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ ദ്രോഹിക്കണമെന്ന് യാതൊരു വിചാരവുമില്ല. വെറുതെ നിങ്ങൾ പണി വാങ്ങിക്കരുത്. ഞങ്ങൾക്ക് വേണ്ടത് ഇവനെയാണ്, ഈ ചന്ദ്രനെ. ഇവനെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ശബ്ദം വീഴ്ത്തിയേ പറ്റത്തുള്ളെങ്കിൽ അതിനും ഞങ്ങൾ മടിക്കത്തില്ല. ഒറ്റ അക്ഷരം മിണ്ടാനായില്ല ഹോട്ടൽ ഉടമയ്ക്കും പാചകക്കാർക്കും. മൂസ ചന്ദ്രനെ വലിച്ചുപൊക്കി അനുയായികൾക്ക് നേരെ തള്ളി. കൊണ്ടുപോ. നിസ്സഹായരായി നിൽക്കുന്ന ഹോട്ടൽ ഉടമയ്ക്കും പാചകക്കാർക്കും ഇടയിലൂടെ അവർ ചന്ദ്രനെ വലിച്ചു കൊണ്ടുപോയി സ്കോർപിയോയുടെ പിൻസീറ്റിലേക്ക് തള്ളി. അവരും ചാടിക്കയറി. മിന്നൽ വേഗത്തിൽ സ്പാനർ മൂസ സ്കോർപിയോ മുന്നോട്ടെടുത്തു. 2 മിനിറ്റുകൾക്കുള്ളിലാണ് ഇത്രയും നടന്നത്. സമീപത്തെ കടക്കാരും മറ്റും ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും സ്കോർപിയോ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. സമയം ഉച്ച കഴിഞ്ഞു. 2 മണി. രാഹുൽ ചീഫ് മിനിസ്റ്റർ വേലായുധൻ മാസ്റ്ററുടെ ഓഫീസിലെത്തി. അയാൾ രാഹുലിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വരൂ രാഹുൽ, ഇരിക്കൂ. നേർത്ത ചിരിയോടെ മാസ്റ്റർ ക്ഷണിച്ചു. അയാൾക്കെതിരെ രാഹുൽ ഇരുന്നു. സാനിൻ്റെ കാര്യം കഷ്ടമായി പോയി. ഇന്ന് വൈകിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടെ ഡോക്ടർമാരെ വിളിച്ച് വിവരം തിരക്കുന്നുമുണ്ട്. രാഹുൽ മൂളി. CMൻ്റെ PA ശിവദാസൻ കടന്നു വന്നു. രാഹുലിന് കഴിക്കാൻ എന്താണ് വേണ്ടത്? ഇപ്പം ഒന്നും വേണ്ട. പിന്നെ ചേട്ടൻ അല്പനേരം ഒന്ന് മാറി നിൽക്കാമോ? എനിക്ക് CMനോട് പേഴ്സണലായി ചിലത് പറയാനുണ്ട്. ശിവദാസൻ മാസ്റ്ററെ നോക്കി. പൊയ്ക്കൊള്ളാൻ മാസ്റ്റർ കണ്ണുകൊണ്ട് ഒരു അടയാളം കാട്ടി. ശിവദാസൻ പുറത്തിറങ്ങി വാതിൽ ചാരി. രാഹുൽ പറയൂ. മാസ്റ്റർ നിവർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നു രാഹുൽ. പിന്നെ അവൻ്റെ നാവ് ചലിച്ചു. അച്ഛൻ സാറിനോട് പറയാൻ വന്ന കാര്യം ആദ്യം പറയാം. അച്ഛൻ്റെ ഒപ്പം 10-22 MLA-മാർ ഉണ്ടെന്ന് അറിയാമല്ലോ. മാസ്റ്ററുടെ കണ്ണുകൾ മുറുകി. അതിന്? അവർക്കൊക്കെ അച്ഛൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഒരാഗ്രഹം. അത് കേട്ട് ചിരിച്ചുപോയി മാസ്റ്റർ. സ്വബോധം പോലുമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാനോ? അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ലോ, അങ്ങനെ ആക്കി തീർത്തതല്ലേ. വാട്ട് ഡു യു മീൻ? മാസ്റ്റർ അജ്ഞത നടിച്ചു. രാഹുലിൻ്റെ മുഖം മുറുകി. ആദ്യം സാറ് ഇതൊന്ന് കാണുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവൻ തൻ്റെ സെൽഫോണിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് മാസ്റ്റർക്ക് നേരെ പിടിച്ചു. നടുങ്ങിപ്പോയി മുഖ്യമന്ത്രി. ചീഫ് മിനിസ്റ്റർ വേലായുധൻ മാസ്റ്ററുടെ കണ്ണുകളിലെ നടുക്കം ക്രൂരമായ ഒരു ആഹ്ലാദത്തോടെ നോക്കിയിരുന്നു രാഹുൽ. അവൻ്റെ മൊബൈൽ സ്ക്രീനിൽ ആദ്യം കണ്ടത് ഒരു മുഖത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ട്. ചന്ദ്രൻ, പഴവങ്ങാടി ചന്ദ്രൻ. മാസ്റ്റർ മുഖം ഇളറി. ഞരമ്പുകളിൽ ചോരയോട്ടത്തിൻ്റെ വേഗതയേറി. ആരാ ഇത്? പ്രഷർ തള്ളിക്കയറിയതുപോലെ മാസ്റ്റർ ശബ്ദം വിറച്ചു. സാറിന് ഇയാളെ അറിയാൻ സാധ്യത കുറവാണ്. പഴവങ്ങാടിയിലുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരനാ. പക്ഷേ ഇവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ സാറിന് കാര്യം വ്യക്തമാകും. ശ്വാസം അടക്കിപ്പിടിച്ച് മാസ്റ്റർ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. ഓടുന്ന ഒരു തീവണ്ടിയിൽ വെച്ചാണ് ഇത് ചിത്രീകരിച്ചതെന്ന് വ്യക്തം. ചന്ദ്രൻ്റെ ഇരുഭാഗത്തും ഓരോരുത്തർ ഇരിപ്പുണ്ട്. വാഹനത്തിൻ്റെ പിൻസീറ്റിൽ. പെട്ടെന്ന് മുന്നിൽ നിന്ന് ഒരു ചുരുട്ടിയ കൈപ്പത്തി മാറി ചെല്ലുന്നു. മൂക്കിനും മേൽചുണ്ടിനും ചേർത്ത് ഇടിയേറ്റ ചന്ദ്രൻ സീറ്റിൽ പിന്നോട്ട് മറിയുന്നു. ഇരുവശവും ഇരിക്കുന്നവർ അവനെ പിടിച്ച് വീണ്ടും നേരെ ഇരുത്തുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ നിന്നും ചോദ്യം. ചന്ദ്ര, ഒന്നും അറിയില്ലെന്ന് കള്ളം പറയാൻ ശ്രമിച്ചാൽ
നിന്റെ ബോഡി ഈ തലസ്ഥാനത്തെ ഏതെങ്കിലും വാഹനത്തിൻ്റെ ടയറുകൾക്കടിയിൽ അറിഞ്ഞു തീരും. A to Z നിന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നിന്നെ ഞങ്ങൾ പൊക്കിയത്. ചന്ദ്രൻ മെല്ലെ മുഖമുയർത്തുന്നു. അപ്പോൾ അയാളുടെ മൂക്കിൽ നിന്ന് ഒഴുകുന്ന ചോരയും അടിഞ്ഞ തക്കാളി പോലെ ചതഞ്ഞ മേൽച്ചുണ്ടും മാസ്റ്റർ കണ്ടു. അയാളുടെ നട്ടലിലൂടെ വിറയൽ പാഞ്ഞു. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് വീണ്ടും ശബ്ദം. നീ വട്ടപ്പാറയിൽ നിന്ന് ടിപ്പർ വാങ്ങിയതും വെഞ്ഞാറമൂട്ടിൽ വെച്ച് മുൻ ആഭ്യന്തരമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതും അറിയാം. അത് ആര് പറഞ്ഞിട്ടാണെന്നും. എങ്കിലും നിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം. പറയട ചന്ദ്ര, ആർക്കു വേണ്ടിയാ നീ ആ ആക്സിഡൻറ്റ് സൃഷ്ടിച്ചത്? ചന്ദ്രൻ പരുങ്ങുന്നു. അപ്പോൾ നിനക്ക് മരണം തന്നെ വിധി. അവൻ്റെ അരികിലിരുന്ന് ഒരാൾ വാഹനത്തിൻ്റെ ഡോർ തുറക്കുന്നു. പിന്നിലൂടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് പാഞ്ഞു വരുന്നു. ആ ഫാസ്റ്റിനേക്കാൾ വേഗത്തിൽ നിന്റെ പ്രാണം പോകുന്നു. ഡോർ തുറന്ന ആൾ ചിരിക്കുന്നു. കൊല്ലരുത്, ഞാൻ പറയാം. ചന്ദ്രൻ്റെ നാവ് തിടുക്കത്തിൽ ചലിച്ചു. ചീഫ് മിനിസ്റ്റർക്ക് വേണ്ടിയാ ഞാൻ. രാഹുൽ ഫോൺ മാറ്റി. കുടുകുടെ വിയർക്കാൻ തുടങ്ങി വേലായുധൻ മാസ്റ്റർ. രാഹുൽ അയാളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഴവങ്ങാടി ചന്ദ്രൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജോൺ തോമസിൻ്റെ കൊലപാതകമടക്കം നിങ്ങൾ ചെയ്യിപ്പിച്ച ഓരോ കാര്യവും. മാസ്റ്ററുടെ നാവ് മരവിച്ചു. രാഹുൽ തുടർന്നു. ഈ ഫോണിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്താൽ സകല മീഡിയക്കാരിലും എത്തും ഈ വീഡിയോ ക്ലിപ്പിംഗ്. പിന്നെ അവർക്ക് ചാകരയാണ്. സത്യം കൊലക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ഇതും കൂടിയായാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാസ്റ്റർ ദയനീയമായി രാഹുലിനെ നോക്കി. ഞാൻ എന്തു വേണം? എൻ്റെ അച്ഛൻ ചീഫ് മിനിസ്റ്റർ ആകണം. ആഭ്യന്തര വകുപ്പും അദ്ദേഹത്തിന് തന്നെ. പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സേനൻ. അയാൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല രാഹുൽ. ജയിലിൽ കിടക്കുന്നവർ വരെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിട്ടില്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത്? അതുപോലെ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയാകണം. ഭരണമൊക്കെ എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവാൻ പാടില്ല. കാബിനറ്റ് പദവിയോടുകൂടി നിങ്ങളെ വല്ല ഭരണകാര്യ നിരീക്ഷകൻ എന്നോ മറ്റോ തസ്തികയുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കും. എന്തു പറയുന്നു? രാഹുൽ, നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടു കൂട്ടർക്കും പറ്റിയ ഒരു സൊല്യൂഷൻ തിരഞ്ഞെടുക്കാം. ഇനി ചർച്ചയില്ല. രാഹുൽ എഴുന്നേറ്റു. വൈകിട്ട് 6:30 വരെ സമയം തരും ഞാൻ. മറുപടിക്ക് കാക്കാതെ അവൻ പുറത്തേക്ക് പാഞ്ഞു. രാഹുൽ മുറിവിട്ടിട്ടും അനങ്ങാതെ അങ്ങനെ തന്നെയായിരുന്നു ചീഫ് മിനിസ്റ്റർ വേലായുധൻ മാസ്റ്റർ. തനിക്കൊരു ജാരസന്ധതി ഉണ്ടെന്നും അവന് വേണ്ടിയാണ് താൻ കോഴഞ്ചേരി കോളേജിലെ വിദ്യാർത്ഥിയെ കൊല്ലിച്ചതെന്നുമുള്ള ആരോപണവും വല്ല വിധേനയുമാണ് അവസാനിപ്പിച്ചത്. അതും ചോദിച്ചതെല്ലാം വാരിക്കോരി പ്രതിപക്ഷത്തിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തിട്ട്. ആ നിലയ്ക്ക് ഈ സംഭവം കൂടി പുറത്തു വന്നാൽ, ആ വീഡിയോ ക്ലിപ്പിംഗ് മീഡിയക്കാരുടെ കയ്യിലായി എത്തിയാൽ അതോടെ തീർന്നു തൻ്റെ ഭാവിയും പ്രമാണിത്തരവും. പെട്ടെന്ന് PA ശിവദാസൻ അകത്തേക്ക് കടന്നു വന്നു. വീണ്ടും 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 തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു പ്രവേശനം. അവൻ ആ രാഹുലെന്താ മുറുകിയ മുഖത്തോടെ ഇറങ്ങിപ്പോയത്? ഞാൻ എന്തോ ചോദിച്ചിട്ട് പോലും മറുപടി പറഞ്ഞില്ല. സംശയത്തോടെ അയാൾ CM-നെ നോക്കി. മാസ്റ്റർ മേശപ്പുറത്തേക്ക് ഇടം കൈമുട്ടൂന്നി മുഖം അതിലേക്ക് ചാരി. ശിവദാസൻ ഇരിക്കെ. ഇന്നിനി വിസിറ്റേഴ്സിനെ കടത്തിവിടണ്ടെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞേക്ക്. ശിവദാസൻ അപ്രകാരം ചെയ്തിട്ട് തിരികെ വന്നിരുന്നു. ആകെ പ്രശ്നമാ ശിവദാസ. മാസ്റ്റർ PAയോട് കാര്യം ചുരുക്കി പറഞ്ഞു. നേരിയ വിളർച്ചയുണ്ടായി ശിവദാസും. എന്നിട്ട് സാർ എന്ത് തീരുമാനിച്ചു? അവൻ്റെ ഭീഷണിക്ക് വഴങ്ങാനോ? CM-ൻ്റെ ശബ്ദം പതറി. അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ പോകും. ഞാനും താനും ഒക്കെ കുരുങ്ങും. ശിവദാസൻ ചിന്തിച്ചിരുന്നു. പിന്നെ തിരക്കി. രാഹുലിനെ കൈയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്താലോ? പിന്നീട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആക്കുളം കായലിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ശവം പൊങ്ങിയാൽ നമുക്കൊന്നുമില്ല. മാസ്റ്റർ പാടില്ല എന്ന ഭാവത്തിൽ തലയാട്ടി. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ക്ലിപ്പിംഗ് അവൻ്റെ ആളുകളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ അവൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കില്ല. അവന് എന്തെങ്കിലും പറ്റിയാൽ ആ സെക്കൻഡിൽ നമ്മുടെ മാനം എയറിൽ പോകും. ശിവദാസിൻ്റെ മുഷ്ടികൾ വല്ലാതെ മുറുകി. ശേഷം പെട്ടെന്ന് തോന്നിയ ആശയം വ്യക്തമാക്കി. പഴവങ്ങാടി ചന്ദ്രനും നോബിൾ തോമസും അവൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് പ്രശ്നം. നോബിളിൻ്റെ കാര്യം പോകട്ടെ എന്ന് ചിന്തിച്ചാലും ചന്ദ്രൻ, അവൻ കൊല്ലപ്പെടണം. ആ കേസിൽ നമുക്ക് രാഹുലിനെ കൊടുക്കാം. മരിച്ചുപോയവനെ മർദ്ദിച്ച് അവൻ നടത്തിയ നാടകമാണ് എല്ലാമെന്ന് പറയാം. വേലായുധ മാസ്റ്റർ മുഖത്ത് ഒരു തെളിച്ചമുണ്ടായി. പക്ഷേ ചന്ദ്രനെ കണ്ടെത്തേണ്ടേ നമ്മൾ? അത് നമ്മൾ കണ്ടെത്തും. അതിനിടെ രാഹുലിനോട് മയത്തിൽ കൂടുതൽ സമയം ആവശ്യപ്പെടണം. ഒരു 2 ദിവസം. അപ്പോൾ വ്യക്തമായ തീരുമാനം അറിയിക്കാമെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. ആ ആശയം മാസ്റ്റർക്ക് ഇഷ്ടമായി. എങ്കിൽ ശിവദാസ, ഷാഡോ പോലീസിന് നിർദ്ദേശം നൽകുക. രാഹുലിൻ്റെ ഓരോ നീക്കവും വാച്ച് ചെയ്യാൻ. അവൻ്റെ ഫോൺ കോൾ ടാപ്പ് ചെയ്യാനും സൈബർ വിങ്ങിനോട് പറയുക. സന്തോഷത്തോടെ ശിവദാസൻ എഴുന്നേറ്റു. ഒപ്പം കൂട്ടിച്ചേർത്തു. നമുക്ക് ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ വെന്റിലേറ്ററിൽ നിന്ന് ജീവനോടെ പുറത്തു വരില്ല. ചത്തവനെ ചീഫ് മിനിസ്റ്റർ ആക്കേണ്ട കാര്യമില്ലല്ലോ. മിടുക്കൻ ശിവദാസ. ഈ ബുദ്ധിക്ക് തനിക്ക് ഞാൻ തക്കതായ പ്രതിഫലം തരുന്നുണ്ട്.
ഒന്നും വേണ്ടായേ, എനിക്ക് സാറിൻ്റെ സ്നേഹം മാത്രം മതി. ശിവദാസൻ ചിരിച്ചു, ഒപ്പം മാസ്റ്ററും. ആ സമയം രാഹുൽ സ്പാനർ മൂസയ്ക്ക് അരികിലെത്തിയിരുന്നു. വിക്രമനും സാദിഖും ചന്ദ്രനുമായി തമിഴ്നാടിന് പോയിരുന്നു. ഇവിടെ നിന്നാൽ അപകടമാണെന്ന് രാഹുലിന് അറിയാമായിരുന്നു. മൂസ. കസേരയിൽ ഇരിക്കുന്നതിനിടയിൽ രാഹുൽ വിളിച്ചു. മൂസ തലത്തിരിച്ച് അയാളെ നോക്കി. ചീഫ് മിനിസ്റ്റർ മുന്നിൽ വെടിപ്പൊട്ടിച്ചിട്ട് പോന്ന നിലയ്ക്ക് എൻ്റെ ഫോൺ പോലും അയാൾ ചോർത്തും, ഉറപ്പ്. അതുകൊണ്ട് തൻ്റെ ഫോണിൽ നിന്ന് വേണം ഇനി ഗ്രിഗറിയെ വിളിക്കാൻ. നോബിളിനെ കണ്ടെത്തിയോ? SI വിജയ്ക്ക് പണി കൊടുത്തോ എന്നൊക്കെ അറിയണം. ശരി സാർ. സ്പാനർ മൂസ ഫോണെടുത്ത് ഗ്രിഗറിയെ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് രാഹുലിൻ്റെ ഫോൺ ഇരമ്പി. അവൻ എടുത്തു നോക്കി. മുഖ്യമന്ത്രി. മാസ്റ്റർ പറഞ്ഞുകൊണ്ട് രാഹുൽ കാൾ അറ്റൻഡ് ചെയ്തു. എന്താ സാറേ, ഇത്ര വേഗം തീരുമാനം എടുത്തു കഴിഞ്ഞോ? ഇല്ല രാഹുൽ, എന്തായാലും സേനനെയും നിന്നെയും ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യമായി ഡൽഹിക്ക് പോകണം. ഇന്ന് 2:30 ഡൽഹി ഫ്ലൈറ്റിന്. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമാണ്. 2 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തും. അത് കഴിഞ്ഞാലുടൻ നമുക്ക് തീരുമാനിക്കാം. രാഹുൽ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഫോൺ കട്ടായി. കള്ളക്കിളവൻ. രാഹുൽ പല്ലിഞ്ഞരിച്ചു. ഡൽഹിയിൽ നിന്നൊന്നും വിളി വന്നിട്ടുണ്ടാവില്ല. ചുമ്മാതെ പോകുകയായാൾ. അത്രയും കൂടി സമയം നീട്ടിക്കിട്ടാൻ. അവൻ വെട്ടിത്തിരിഞ്ഞു. മൂസ സൂക്ഷിക്കണം. കാഞ്ഞ ബുദ്ധിയാ കിഴവന്. അങ്ങോട്ടടിക്കും മുമ്പ് അയാൾ ഇങ്ങോട്ടടിക്കും. അവൻ പറഞ്ഞു നിർത്തിയതും മൂസയുടെ ഫോണിലേക്ക് സാദിഖിൻ്റെ കാൾ വന്നു. അണ്ണാ, ഒരു പ്രശ്നം. വഴിനീള പോലീസ് ചെക്കിംഗ് ആണ്. മൂസ ഒന്ന് ഞെട്ടി. നിങ്ങൾ എവിടെ എത്തി? വെടിവെച്ചാൻ കോവിലിനോട് അടുക്കുകയാണ്. അകലെ പോലീസ് വാഹന പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ 2 അവന്മാരുടെ കണ്ണുവെട്ടിച്ച് ഈ റോഡ് വഴിയാണ് ഞങ്ങളിവിടെ എത്തിയത്. മൂസയുടെ ചെന്നിയിലെ ഞരമ്പുകൾ പിടച്ചു പൊങ്ങി. പോലീസ് തിരയുന്നത് ചന്ദ്രനെയാണെന്ന് വ്യക്തം. പിടികൊടുക്കരുത്. ചന്ദ്രൻ രക്ഷപ്പെടുകയും അരുത്. ശരിയണ്ണ. സാദിഖ് കാൾ മുറിച്ചു. മൂസ രാഹുലിന് വിവരം കൈമാറി. രണ്ടും കൽപ്പിച്ചാണ് മുഖ്യമന്ത്രി. ചിന്തയോടെ രാഹുൽ എഴുന്നേറ്റു. അസ്വസ്ഥനായി മുറിയിലൂടെ നടന്നു. സമയം സന്ധ്യ. പിങ്ക് പോലീസ് SI വിജയ വീട്ടിലെത്തി. അമ്മയും അനൂപും കൂടി എന്തോ ഗഹനമായ ചർച്ചയിലായിരുന്നു. എന്താ രണ്ടാളും കൂടി? വിജയ തൊപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇവൻ പറയുകയാ മോളെ, അച്ഛൻ നടത്തിയിരുന്ന പത്രം ഇനിയും ഇറക്കാൻ പോവുകയാണെന്ന്. ഒട്ടും താല്പര്യമില്ലായിരുന്നു മാലിനിയുടെ വാക്കുകളിൽ. അവർ തുടർന്നു. ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു എന്നതാണ് വാസുവേട്ടൻ ആ പത്രം കൊണ്ട് ഉണ്ടാക്കിയ പ്രധാന നേട്ടം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നാശത്തിലേക്ക് മാലിന്യ ഒന്ന് തേങ്ങി. അനൂപിനാണെങ്കിൽ ശത്രുക്കൾക്ക് യാതൊരു കുറവുമില്ല. പഞ്ചായത്ത് ഭരിച്ചുകൊണ്ട് ഇവൻ ഉണ്ടാക്കിയ നേട്ടം. ഭർത്താവും ഒരു മകനും നഷ്ടമായ എനിക്ക് ഇനി നിങ്ങൾ 2 പേരും കൂടി നഷ്ടപ്പെടാൻ വയ്യ. അതിനുള്ള ശക്തി എനിക്കില്ല. ആരുടെയും മറുപടിക്ക് കാക്കാതെ സാരിത്തും ഉയർത്തി കണ്ണു തുറച്ചുകൊണ്ട് മാലിന്യ എഴുന്നേറ്റ് പോയി. വിജയും അനൂപും പരസ്പരം നോക്കി. എന്താണ് നിന്റെ അഭിപ്രായം? അനൂപ് തിരക്കി. പത്രം നല്ലതാണ്, പക്ഷേ അതേപോലെ അപകടവുമാണ്. അമ്മയുടെ പേടി അസ്ഥാനത്തല്ല. അനൂപ് അമർത്തി മൂളി. സമയം 8 മണി. TV കാണുകയായിരുന്നു അനൂപും വിജയും മാലിനിയും. പുറത്തൊരു വാഹനം വന്നു നിന്നു. അനൂപ് തുറന്നു കിടന്നിരുന്ന വാതിൽ വഴി പുറത്തേക്ക് ശ്രദ്ധിച്ചു. കണ്ണടയും പോലെ വാഹനത്തിൻ്റെ ലൈറ്റ് കെട്ടു. അനൂപ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആ ക്ഷണം കറണ്ട് പോയി. പിന്നെ കേൾക്കുന്നത് ഒരലർച്ച. ചേട്ടാ! ഞെട്ടിപ്പിടഞ്ഞ് വിജയ ചാടി എഴുന്നേറ്റു. കാലുകൾ ചിറകുകളാക്കി വിജയ വെളിയിലേക്ക് പാഞ്ഞു. മോനെ! വിലപിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ മാലിനിയും. ശരീരം വെട്ടിമുറിക്കപ്പെട്ടതുപോലെ അനൂപിൻ്റെ അലർച്ച പിന്നെയും കേട്ടു. ഒപ്പം ആരോ വീഴുന്ന ഒച്ച. തറയിൽ കിടന്നുള്ള ശക്തമായ പിടച്ച്. ചേട്ടാ! അപ്പോഴേക്കും ഇരുളിലൂടെ വിജയ പുറത്തേക്ക് പാഞ്ഞെത്തി കഴിഞ്ഞു. ആ ക്ഷണം ഒരു ടോർച്ചിൻ്റെ ശക്തമായ വെളിച്ചം അവളുടെ മുഖത്തടിച്ചു. കണ്ണുകളുടെ കാഴ്ച നഷ്ടമായതുപോലെ ഒരു നിമിഷം വിജയ നിന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ശക്തമായ ഒരടി കിട്ടി. അമ്മേ! വിജയ മൂക്കൂത്തി വീണു. മോളെ! മാലിനി മകൾക്കരികിൽ കുത്തിയിരുന്നു. എന്നാൽ ആ ക്ഷണം ആരോ അവരുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചുയർത്തി. പിന്നെ വലതുകാലും ചേർത്ത് ഒറ്റയടി വിലപിച്ചുകൊണ്ട് മാലിനിയും വീണു. അമ്മേ! വിജയ തറയിൽ കൈകുത്തി എഴുന്നേൽക്കാൻ ഭാവിച്ചു. അപ്പോൾ പുറത്ത് ചവിട്ടേറ്റു. അതോടെ അവളുടെ സുബോധം പോയി. ആരൊക്കെ ചേർന്ന് അവളെ വലിച്ചു പൊക്കി വാഹനത്തിനരികിലേക്ക് കൊണ്ടുപോയി. 2-3 പേർ വീടിന് ഉള്ളിലേക്ക് പാഞ്ഞു കയറി. ഓരോ മുറിയിലും എന്തോ തിരഞ്ഞു. കാണാത്തതിൻ്റെ രോഷം കാരണം കണ്ണിൽപ്പെട്ടതൊക്കെ അടിച്ചു തകർത്തു. ശേഷം തിടുക്കത്തിൽ വന്ന് വാഹനത്തിൽ കയറി. ഇവിടെ എങ്ങുമില്ല കേട്ടോ, ആരോ പറഞ്ഞു. വാഹനം അതിവേഗത്തിൽ പിന്നോട്ട് പോയി. ബഹളം കേട്ട് അടുത്ത വീട്ടുകാർ ഓടിയെത്തി. അവിടെ മാത്രം വെളിച്ചമില്ലെന്ന് കണ്ട് അവർ ശബ്ദമുയർത്തി. ബാലിനി ചേച്ചി! വിജയേ! മറുപടി കേട്ടില്ല. എന്നാൽ സിറ്റൗട്ടിൽ ഞരക്കം കേട്ടു. ഒരാൾ ടോർച്ച് തെളിച്ചു നോക്കി. ആദ്യം കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനൂപിനെ. തലകലെ ശ്വാസം കഴിക്കാൻ പോലും പാടുപെടുന്ന മാലിനി. ഓടിയെത്തിയവർ നടുങ്ങിപ്പോയി. ആരോ ചെന്ന് മെയിൻ സ്വിച്ച് ഓണാക്കി. എല്ലായിടത്തും വെളിച്ചം പരന്നു. അപ്പോൾ കാഴ്ചകൾ വ്യക്തമായി. അനൂപിന് ചലനമേയില്ല. അവൻ്റെ കഴുത്തിലൂടെ ചോര പതച്ചു വരുന്നു. അവർ മാലിനിയെ പിടിച്ചു പൊക്കി. എൻ്റെ മോൻ! എൻ്റെ മോള്!
അവർ വേദനയോടെ തിരക്കി. വിജയ് എന്തായേ? അയാൾ തിരക്കി. കൊണ്ടുപോയി പറയുന്നതിനിടയിലാണ് അവർ അനൂപിൻ്റെ ചോരയിൽ കുളിച്ച ശരീരം കണ്ടത്. മോനെ! മാലിനിയുടെ കണ്ണുകൾ തുറച്ചു. അവർ വീഴ്ച വീണു. അയൽക്കാർ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. മിനിറ്റിനുള്ളിൽ പോലീസ് എത്തി. അനൂപ് മരിച്ചുവെന്ന് ഉറപ്പായി. മാലിനിയെ അയൽക്കാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രാഹുലിൻ്റെ മുറിയിലേക്ക് തിടുക്കത്തിൽ സ്പാനർ മൂസ എത്തി. സാർ, ഒരു വിവരം ചോർന്നു കിട്ടിയിട്ടുണ്ട്. എന്താ? രാഹുൽ അയാളെ തുറച്ചു നോക്കി. ചീഫ് മിനിസ്റ്റർ ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞത് വെറുതെയാ. അയാൾ കോവളത്തെ ഹോട്ടലിലുണ്ട്. പിന്നെ മൂസ പരുങ്ങി. സാറിനെ വകവരുത്തുവാൻ കൊട്ടേഷൻ ടീമിന് അഡ്വാൻസ് നൽകി കഴിഞ്ഞു. നടുങ്ങിപ്പോയി രാഹുൽ. മൂസ എങ്ങനെ അറിഞ്ഞു? ആ ടീമിലുള്ള ഒരാളെ എനിക്കറിയാം. അയാൾ പറഞ്ഞതാ. സാറ് സൂക്ഷിക്കണം, അവർ ഏത് നേരത്തും എത്തും. അയാൾ പറഞ്ഞതും വാതിലിൽ ആരോ മുട്ടി. രാഹുൽ നടുങ്ങിത്തിരിഞ്ഞു. മൂസ സ്പാനർ കയ്യിലെടുത്തു. സാർ അങ്ങോട്ട് മാറി നിന്നോ. എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയല്ലാതെ ആർക്കും സാറിനെ ഒന്ന് തൊടാൻ പറ്റത്തില്ല. മൂസ ശബ്ദം താഴ്ത്തി. രാഹുൽ വേഗം ബാത്റൂമിലേക്ക് കയറി. വാതിൽ അകത്തുനിന്ന് അടച്ചു ലോക്കിട്ടു. കരുതലോടെ മൂസ പുറത്തേക്കുള്ള വാതിലിൻ്റെ കുറ്റിയെടുത്തു. ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചിട്ട് ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നതും മൂസ സ്പാനർ ഓങ്ങി. പക്ഷേ അടിച്ചില്ല. കടന്നു വന്നത് വിക്രമനായിരുന്നു. ആകെ പതറി പരിഭ്രമിച്ച ഭാവം. എടാ, എന്തു പറ്റിയടാ? വിക്രമൻ പെട്ടെന്ന് വാതിലടച്ചു. അതിൽ ചാരി നിന്ന് ശക്തമായി കിതച്ചു. അയാളുടെ മുഖം അടിയേറ്റ് കരിവാളിച്ചിരിക്കുന്നത് മൂസ കണ്ടു. എടാ, എന്തു പറ്റിയെന്ന് മൂസ ശബ്ദമുയർത്തി. അത് കേട്ട് രാഹുലും ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നു. വിക്രമൻ ഒരു നിമിഷം ഇരുവരെയും മാറി മാറി നോക്കി. പതിയെ ആ ചുണ്ട് ചലിച്ചു. സാദിഖിനെയും ഒപ്പം പഴവങ്ങാടി ചന്ദ്രനെയും അവർ കൊണ്ടുപോയി. ആര്? രാഹുൽ മൂസയെ ഒന്നിച്ചാണ് തിരക്കിയത്. അറിയില്ല. കുടപ്പനക്കുന്നിൽ വെച്ചാണ് ഞങ്ങൾ വന്ന വണ്ടി അവർ ബ്ലോക്ക് ചെയ്തത്. 6-7 പേർ ഉണ്ടായിരുന്നു. എന്നെയും സാദിഖിനെയും തല്ലിയിട്ട് ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. മൂസയ്ക്ക് മിണ്ടാനായില്ല. വിക്രമൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. ഡീപ്പോയിലിരുന്ന മിനറൽ വാട്ടർ ബോട്ടിൽ അയാൾ കണ്ടു. അതെടുത്ത് തുറന്ന് അയാൾ ആർത്തിയോടെ വായിലേക്ക് കമഴ്ത്തി. മീനിൻ്റെ ചെകിള കണക്കെ അയാളുടെ തൊണ്ട അനങ്ങുന്നത് രാഹുലും മൂസയും കണ്ടു. മുഴുവൻ വെള്ളവും കുടിച്ചു തീർത്തിട്ട് വിക്രമൻ ബോട്ടിൽ തീപ്പോയിൽ വെച്ചു. തലയ്ക്ക് കൈ കൊടുത്ത് രാഹുൽ കസേരയിലിരുന്നു. ഇനി എന്ത് ചെയ്യും മൂസേ? അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു മൂസയും. അയാൾ പറഞ്ഞു. ഈ തലസ്ഥാനത്ത് നമുക്കറിയാത്ത ഒരുപാട് മാളുകളുണ്ട് കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഒളിക്കാൻ. എങ്കിലും ഞാനത് കണ്ടെത്തും. സാദിഖിന് എന്തെങ്കിലും പറ്റിയാൽ ഏത് കൊമ്പത്തെ കൊട്ടേഷൻകാരാണെങ്കിലും അവർക്ക് മാപ്പില്ല. മൂസയുടെ മുഖം വലിഞ്ഞു മുറുകി. പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. ഇതേ നേരത്ത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനരികിൽ യാർഡിൽ തിരുമ്പെടുത്ത് തുടങ്ങിയ ഏതാനും ഗുഡ്സ് ബോഗികൾ കിടപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ ഒന്നിലുണ്ടായിരുന്നു സാദിഖ്. അയാളെ ഫ്ലോറിൽ കമിഴ്ത്തി കിടത്തി പുറത്ത് കട്ടിയായിപ്പോയ ഒരു ചാക്ക് സിമൻ്റ് എടുത്തു വച്ചിരുന്നു. കല്ല് അടർന്ന് പുറത്തു വീണ് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പട്ടിയുടെ ഭാവത്തിലായിരുന്നു സാദിഖ്. അയാൾക്ക് ചുറ്റും ഒരു വട്ടം നടന്നു പഴവങ്ങാടി ചന്ദ്രൻ. നീയൊക്കെ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? ചുമ്മാതെ അങ്ങ് കീഴടക്കി കൊണ്ടു നടക്കാമെന്നോ? ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന 7 പേർക്ക് നേരെ കൈ ചൂണ്ടി. ഇവന്മാരുണ്ടല്ലോ എൻ്റെ ചാവേറുകളാ. ഈ പട്ടണത്തിൽ എവിടെയും എന്ത് ചെയ്യാൻ കഴിവുള്ളവർ. ഇവരുടെ എക്സ്റേ കണ്ണുകളിൽ നിന്ന് എന്നെ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ ആർക്കും പറ്റത്തില്ലടാ. അടിയേറ്റ് ചതഞ്ഞ മുഖം വല്ലവിധേനയും ഉയർത്താൻ ശ്രമിച്ചു സാദിഖ്. കഴിയുന്നില്ല. കഴുത്തിന് അതികഠിനമായ വേദന. മാത്രമല്ല ഫ്ലോറിൽ മുട്ടിയിരിക്കുന്ന താടിയെല്ല് പോലും ഇപ്പോൾ പിളർന്നു പോകും എന്ന അവസ്ഥ. റെയിൽവേ സ്റ്റേഷനിലെ വെളിച്ചം 2 ചതുരക്കട്ടകളായി ബോഗിയുടെ തകർന്ന വാതിൽ വഴി അകത്തേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. എന്നെ കൊല്ലരുത്, സാദിഖ് ഞരങ്ങി. പഴവങ്ങാടി ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. ഒരു ഗുണ്ട ഇങ്ങനെ മോങ്ങാമോടാ? ചന്ദ്രൻ അനുജന്മാരെ നോക്കി. ഇവൻ്റെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ? ഉണ്ട്, ഒരാൾ പറഞ്ഞു. ചന്ദ്രൻ കൈ നീട്ടി. അയാൾ അത് കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു. പഴവങ്ങാടി ചന്ദ്രൻ ആ ഫോണിൽ തിരിച്ചും മറിച്ചും നോക്കി. പുതിയ ഫോൺ ആണല്ലോടാ. ഇനി തല്ല് വാങ്ങിക്കണ്ടെങ്കിൽ വേഗം പറഞ്ഞു. നിൻ്റെ ഗുരുവിൻ്റെ നമ്പർ എന്താ? അവൻ്റെ പേര്? സാദിഖ് മിണ്ടിയില്ല. താടി തറയിൽ അമർത്തി കണ്ണുകൾ അടച്ച് പല്ല് കടിച്ചു പിടിച്ച് കിടന്നു ചന്ദ്രന് ദേഷ്യം വന്നു. പറയടാ. ഒറ്റ ചവിട്ടായിരുന്നു സിമൻ്റ് കട്ടയ്ക്ക് മുകളിൽ. ഒരു തവളയെ പോലെ വാ പിളർന്നു പോയി സാദിഖ്. പെട്ടെന്ന് മറുപടി കിട്ടണം എനിക്ക്, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ അറിയാറുകൂടിയില്ല. ചന്ദ്രൻ കൈ ചൂണ്ടി. ഞാൻ പറയാം, സാദിഖ് വിലപിച്ചു. സ്പാനർ മൂസ. എങ്കിൽ വേഗം അവൻ്റെ നമ്പറും പറ. സാദിഖ് നമ്പർ പറഞ്ഞു കൊടുത്തു. ചന്ദ്രൻ അത് ഫോണിൽ കുത്തി. മറുതലയ്ക്കൽ ബെൽ മുഴങ്ങുമ്പോൾ സാദിഖിനെ എങ്ങനെ കണ്ടെത്തും എന്ന ചിന്തയിലായിരുന്നു സ്പാനർ മൂസയും രാഹുലും വിക്രമനും. മൂസ ഫോൺ എടുത്ത് നോക്കി. അവനാ സാദിഖ് ആഹ്ലാദത്തോടെ പറഞ്ഞുകൊണ്ട് മൂസ കാൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. സാദിഖേ, നീ രക്ഷപ്പെട്ടോ? അപ്പുറത്തു നിന്ന് കേട്ടത് ഒരു ചിരിയാണ്. ഏത് സമയത്തും രക്ഷപ്പെടാൻ പാകത്തിൽ കിടക്കുകയാ.
എത്രയും വേഗം നീ എൻ്റെ മുന്നിൽ വന്നില്ലെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടേക്കും അങ്ങ് നരകത്തിലേക്ക്. ആ മറുപടി കേട്ട് മൂവരും കിടുങ്ങിപ്പോയി. ആരാ നീ? മൂസയുടെ ശബ്ദം വിറച്ചു. ചന്ദ്രൻ, പഴവങ്ങാടി ചന്ദ്രൻ. വീണ്ടും ചിരി. കവിളടക്കം അടിയേറ്റതുപോലെ മൂസ വിളറിപ്പോയി. രാഹുലും വിക്രമനും പരസ്പരം നോക്കി. എടാ, എൻ്റെ ചെറുക്കന് തൊട്ടാലുണ്ടല്ലോ. മൂസ ചീറി. തൊടിയിലും തടവിലും ഒക്കെ പുഴയെ കഴിഞ്ഞു മൂസേ. ഇനി പിഴച്ചിൽ മാത്രം ബാക്കി. ആ പിഴച്ചിലിൽ ഇവൻ്റെ പ്രാണൻ കൂടി ഞാനിങ്ങെടുക്കും. അല്ലെങ്കിൽ നീ വരണം, എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനെയും കൂട്ടി കൊണ്ട്. പെട്ടെന്ന് ഒരു ട്രെയിനിൻ്റെ ശബ്ദം ഫോണിലൂടെ കേട്ടു. മൂസയുടെ ഞരമ്പുകൾ വലിഞ്ഞു. എവിടെ വരണം ഞാൻ? തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ. അവിടെ എത്തിയിട്ട് എന്നെ ഈ നമ്പറിലേക്ക് തന്നെ വിളിക്കുക. എൻ്റെ ആൾക്കാർ അങ്ങെത്തും. അത്രയും പറഞ്ഞതേ കാൾ മുറിഞ്ഞു. മൂസെ, ചോദ്യഭാവത്തിൽ രാഹുൽ അയാൾക്ക് നേരെ തിരിഞ്ഞു. ഒരു പിടിവള്ളി കിട്ടി സാർ. റെയിൽവേ സ്റ്റേഷന് അടുത്തെവിടെയോ ഉണ്ട് സാദിഖ്. ട്രെയിൻ പാഞ്ഞു പോകുന്ന ശബ്ദമല്ല നമ്മൾ കേട്ടത്, പകരം അവിടെ നിന്ന് എടുക്കുന്നതാണ്. പറഞ്ഞിട്ട് അയാൾ ഉടൻ തന്നെ സാദിഖിൻ്റെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. എന്താടാ? ചന്ദൻ്റെ കലിപ്പോടെയുള്ള ചോദ്യം. എനിക്ക് സാദിഖ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നറിയണം. അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നീ ഇങ്ങോട്ട് അയച്ചതാ. അപ്പുറത്ത് മൗനം. പറ്റില്ലെങ്കിൽ ഞാൻ വരുമെന്ന് നീ കരുതണ്ട, മൂസ വീണ്ടും പറഞ്ഞു. ശരി. കാൾ കട്ടായി. ഒരു മിനിറ്റ്. മൂസയുടെ ഫോണിൽ മെസ്സേജ് വന്നതിൻ്റെ ശബ്ദം അയാൾ വാട്സപ്പ് എടുത്ത് നോക്കി. അതിൽ കണ്ടു, കൊല്ലാക്കൊല ചെയ്തിട്ടിരിക്കുന്ന സാദിഖിനെ. അതിൽ നോക്കി മൂസ ഒരു പുഴുത്ത തെറി വിളിച്ചു. കൊല്ലും ഞാൻ അവനെ. മന്ത്രിക്കുന്നതിനിടയിൽ അയാൾ ഫോട്ടോയുടെ പശ്ചാത്തലം നോക്കി. ക്യാമറ ഫ്ലാഷ് ഉണ്ടായപ്പോൾ എല്ലാം വ്യക്തമാണ്. ഒരു ഇടുങ്ങിയ മുറി പോലെ. അതിനുള്ളിൽ ആംഗ്ലറുകളിൽ ഇരുമ്പ് ഷീറ്റ് പ്രസ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് പോലെ. നോക്ക് സാറേ. മൂസ ഫോൺ രാഹുലിൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. ഇതൊരു ഗുഡ്സ് വാഗണിൻ്റെ ബോഗിയാണ്. എന്നാൽ ഓടുന്ന വാഗണല്ല. അതിനർത്ഥം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഏതോ ബോഗിയിൽ സാധിക്കുണ്ടെന്നാണ്. മതി, ഇത് മതി. ഇതറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യിച്ചത്. മൂസ ചിരിച്ചു. കൊല്ലാൻ പോകുന്നവൻ്റെ ചിരി. രാഹുലിന് അപ്പോഴും ആശങ്കയുണ്ടായിരുന്നു. മൂസ, നിങ്ങൾ തനിച്ചല്ലോ സാർ. എൻ്റെ കൂടെ വിക്രമമില്ലേ? വിക്രമൻ പേടിയോടെ മൂസയ്ക്ക് നേരെ തിരിഞ്ഞു. അണ്ണാ, നിനക്ക് വയ്യെന്ന് എനിക്കറിയാം. അവന്മാർ 7-8 പേരുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? നീ ചുമ്മാ നിന്നാൽ മതിയടാ. എന്നിട്ട് നോക്കിക്കോ നിൻ്റെ അണ്ണൻ ആരാണെന്ന്. പിന്നെ മൂസ രാഹുലിൻ്റെ നേർക്ക് നോക്കി. സാർ കൂടി വരുമോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൽ തന്നെ ഇരുന്നാൽ മതി. രാഹുലിന് സമ്മതമായിരുന്നു. അധികം സമയം കളയാതെ അവർ യാത്രയായി. രാഹുൽ സാവിത്രിയുടെ അടുത്ത് ചെന്ന് താൻ പുറത്തേക്ക് പോവുകയാണെന്നും ഉടനെ മടങ്ങിയെത്തുമെന്നും അറിയിച്ചു. തമ്പാനൂർ ഓവർ ബ്രിഡ്ജ് പിന്നിട്ട് അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ രാഹുൽ പാർക്കിങ്ങിന് അല്പം സ്ഥലം കിട്ടിയ ഭാഗത്ത് റേഞ്ച് ഓവർ ഒതുക്കി. സാറ് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. എൻ്റെ സിഗ്നൽ കിട്ടുമ്പോൾ പതുക്കെ മുന്നോട്ട് വരണം, പറഞ്ഞിട്ട് മൂസ ഇറങ്ങി. പിന്നാലെ വിക്രമനും. ഇരുവരും റോഡിൻ്റെ മറുഭാഗത്തെത്തി. ഫുട്പാത്തിലൂടെ കരുതലോടെ നീങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ റെയിൽവേ മതിലിൻ്റെ സിമൻറ്റ് ഗ്രില്ല് അടർന്നു പോയ ഒരു ഭാഗം കണ്ടു. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇരുവരും അപ്പുറത്ത് മരങ്ങളുടെ നിഴലിലേക്ക് ഇറങ്ങി. പ്ലാറ്റ്ഫോമിന് കുറച്ചകലെ നിന്നുകൊണ്ട് വിശാലമായ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ ലൈറ്റുകൾ തെളിഞ്ഞു നിന്നിരുന്നതിനാൽ അവ്യക്തമായി ആണെങ്കിലും എല്ലാം കാണാം. 5-6 ട്രക്കുകൾക്ക് അപ്പുറത്തായി കുറച്ചകലെ ഏതാനും ഗുഡ്സ് ബോഗികൾ കിടക്കുന്നത് കണ്ടു. നമ്മുടെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നിൽ കാണും സാദിഖ്, മൂസ പറഞ്ഞു. വിക്രമന് നെഞ്ചിട്ട് പേര് തുടങ്ങി. വാടാ. മൂസ അയാളെയും വിളിച്ചുകൊണ്ട് പാളങ്ങൾ മുറിച്ചു കടന്നു. അധികം വെളിച്ചമില്ലാത്ത ഭാഗത്തു കൂടി. പിന്നെ കോട്ടുകൾ കിടന്നിരുന്ന ട്രാക്കിലെത്തി. ഇനി സൂക്ഷിക്കണം, മൂസ വിക്രമൻ്റെ കാതിൽ മന്ത്രിച്ചു. അവർ മെല്ലെ കോച്ചുകളോട് അടുത്തു. പൊടുന്നനെ മൂസ പാളയങ്ങൾക്ക് നടുവിലേക്കിരുന്നു. പിന്നെ നീങ്ങിയിരുന്നു സഞ്ചാരം. അവർ ആദ്യത്തെ കോച്ചിനടുത്തെത്തി. അതിൻ്റെ ഉരുക്കു ചക്രങ്ങൾക്കിടയിലൂടെ മുന്നോട്ട്. അകത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം, മൂസ സ്വരം താഴ്ത്തി. ആദ്യത്തെയും 2ാമത്തെയും കോച്ചിനുള്ളിൽ നിന്ന് ഒരു ചലനം പോലും കേട്ടില്ല. എന്നാൽ 3ാമത്തേതിനുള്ളിൽ ആളനക്കം. മൂസ വിക്രമൻ്റെ തോളിൽ കൈവച്ചു. ഇരുവരും കോച്ചിനിടയിൽ ശ്വാസം പോലും നിയന്ത്രിച്ചിരുന്ന് കാത് കൂർപ്പിച്ചു. തുറന്നു കിടന്നിരുന്ന വാതിൽ വഴി നേരിയ തോതിൽ സംഭാഷണം കേട്ടു. അവന്മാർ വരും. നിന്റെ മുന്നിൽ വച്ചു തന്നെ അവന്മാരെ ഞാൻ കൊല്ലും സാദിഖേ. എന്നിട്ട് നിന്നെ തീർക്കൂ. മൂസയുടെ രക്തധമനികളിലൂടെ രക്തം തിളച്ചു പാഞ്ഞു. നീ ഇവിടെ ഇരിക്കേ, വിക്രമനോട് പറഞ്ഞിട്ട് മൂസ അല്പം അകലേക്ക് മാറി കുത്തിയിരുന്നുകൊണ്ട് സാദിഖിൻ്റെ ഫോണിലേക്ക് കാളയച്ചു. പെട്ടെന്ന് തന്നെ പഴവങ്ങാടി ചന്ദ്രൻ അതെടുത്തു. മിടുക്കൻ, ഇത്രയും വേഗത്തിൽ നീ എത്തി അല്ലേ? എത്തി, മൂസ സ്വയം നിയന്ത്രിച്ചു. ബസ് സ്റ്റാൻഡിലാണോ? എങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അടുത്തേക്ക് മാറി നിൽക്ക്. എൻ്റെ ആളുകൾ വരും. ഒരാളുടെ കയ്യിൽ പച്ച കർച്ചീഫ് കെട്ടിയിട്ടുണ്ടാവും. അവർക്കൊപ്പം പോരുക. കാൾ മുറിഞ്ഞു. മൂസ വീണ്ടും കോച്ചിന് അടിയിലെത്തി.
പഴവങ്ങാടി ചന്ദ്രൻ തൻ്റെ അനുചരന്മാരോട് പറയുന്നത് കേട്ടു. നിങ്ങൾ 4 പേർ പോകണം. 2 പേർ മാത്രം അവർക്ക് മുന്നിലെത്തിയാൽ മതി. മറ്റു 2 പേർ ഒരകലം ഇട്ട് നിൽക്കുക. അവരുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയില്ലല്ലോ. അങ്ങനെ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ശരി. 4 പേർ കോച്ചിന് പുറത്തേക്ക് ചാടി. മെറ്റലുകളിൽ അവരുടെ ഷൂസ് പതിയുന്ന ശബ്ദം കേട്ടപ്പോൾ വിക്രമനൊന്ന് ഞെട്ടി. ചന്ദ്രൻ വാതിക്കലേക്ക് വന്ന് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ മിടുക്കന്മാരാണ് അവരെന്ന വിചാരം എപ്പോഴും ഉണ്ടാവണം. ഇങ്ങോട്ട് ആക്രമിക്കാനോ മറ്റോ ശ്രമിച്ചാൽ തീർത്തേര്. ആ. അവർ മൂസയും വിക്രമനും ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുകൂടി നടന്നുപോയി. പാളങ്ങൾ മുറിച്ചു കടന്ന് അവർ പ്ലാറ്റ്ഫോമിന് അകലെ മരക്കൂട്ടത്തിനരികിൽ എത്തുന്നതുവരെ കാത്തിരുന്നു മൂസയും വിക്രമനും. ശേഷം മൂസ നിർദ്ദേശിച്ചു, ഞാൻ ഈ ഭാഗത്തുകൂടി അകത്ത് കയറാൻ പോകുന്നു. ആ നേരത്ത് നീ 2ാമത്തെ വാതിൽ വഴി അകത്തെത്തണം. സാദിഖിനെ മോചിപ്പിക്കണം. വിക്രമൻ ബോഗിക്കിടയിലൂടെ 2ാമത്തെ വാതിൽക്കിലേക്ക് നീങ്ങി. അയാൾ അവിടെ ചെന്നുവെന്ന് കണ്ടതും മൂസ ആദ്യത്തെ വാതിലിന് തൊട്ട് താഴെ എത്തി. ആരാടാ പെണ്ണുങ്ങളെ കൊണ്ട് ബോഗിക്കുള്ളിൽ? അയാൾ ശബ്ദമുയർത്തി. റെയിൽവേ പോലീസ് ആകുമെന്ന് കരുതി ചന്ദ്രൻ വാതിൽക്കിലേക്ക് കുതിച്ചെത്തി. ആ ക്ഷണം സ്പാനർ മൂസ ഒരു റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ചന്ദ്രൻ്റെ കാര്യം മനസ്സിലാകും മുമ്പ് മൂസ വലിയ സ്പാനർ വലിച്ചെടുത്തതും ഒറ്റയടി. ചന്ദ്രൻ്റെ വലത്തെ കാൽമുട്ടി ചിരട്ട പൊട്ടുന്നതുപോലൊരു ശബ്ദം. ആ. ചന്ദ്രൻ്റെ അലർച്ച കന്യാകുമാരി റൂട്ടിലേക്ക് നീങ്ങിത്തുടങ്ങിയ ഒരു ട്രെയിനിൻ്റെ ശബ്ദത്തിൽ ലയിച്ചു ചേർന്നു. ആ ക്ഷണം മൂസ ചന്ദ്രൻ്റെ ഇടത് കാൽമുട്ടും അടിച്ചു തകർത്തു. ബോഗിയിലെ പിടിവിട്ട ചന്ദ്രൻ തറയിൽ മറ്റൊരാൾക്ക് മുകളിലേക്ക് കമിഴ്ന്നു മറിഞ്ഞു. ചന്ദ്രൻ്റെയൊപ്പം ട്രെയിനിൻ്റെ ബോഗികളിൽ ബാക്കിയുണ്ടായിരുന്ന 3 പേരും പതറിപ്പോയി. അതിനുള്ളിലേക്ക് മൂസ കാട്ടുപന്നിയുടെ വേഗത്തിൽ ചാടിക്കയറി. അപകട ഭീതിയൊന്നും ഇല്ലാതിരുന്നതിനാൽ ശത്രുക്കൾക്ക് ആയുധമെടുക്കാനുള്ള നേരം കിട്ടിയില്ല. അവരും കരുതിയത് പുറത്ത് പോലീസാണെന്നാണ്. ഒരുത്തൻ മൂസയെ തള്ളിമാറ്റി പുറത്തേക്ക് ചാടി പാഞ്ഞു. 2ാമൻ്റെ തല പിടിച്ച് മൂസ ഉരുക്കുപാളിയിൽ ഒറ്റയിടി. അയാൾ നിലവിളിക്കാനുള്ള സമയം പോലും കിട്ടാതെ അതിനുള്ളിൽ വീണു. 3ാമൻ പെട്ടെന്ന് പ്രത്യാക്രമണത്തിന് ഒരുങ്ങി. പക്ഷേ സ്പാനർ ചീറിയെത്തി അയാളുടെ നെറ്റിക്ക് മുകളിൽ ശിരസ് പിളർക്കുന്നതുപോലെ ചോര ചീറ്റി. വിക്രമൻ ഇതിനകം സാദിഖിൻ്റെ പുറത്തുനിന്ന് സിമൻ്റ് കട്ട മാറ്റിയിരുന്നു. പക്ഷേ സാദിഖിന് എഴുന്നേൽക്കാൻ പ്രയാസമായിരുന്നു. മൂസയും കൂടി ചേർന്ന് അയാളെ വലിച്ചു പൊക്കി പുറത്തിറക്കി. എഴുന്നേൽക്കാൻ കഴിയാതെ ചന്ദ്രൻ തറയിലൂടെ അകലേക്ക് ഇഴയാൻ ശ്രമിക്കുകയായിരുന്നു. സാദിഖിനെ ഉയർത്തി തോളിലിട്ടുകൊണ്ട് മൂസ അയാളുടെ പിറകെ ചെന്നു. പിന്നെ സ്പാനർ ഉയർത്തി കഴുത്തിൽ ഒറ്റയടി. കഴുത്തൊടിഞ്ഞതുപോലെ ചന്ദ്രൻ വീണു. വിക്രമ, ഇവനെ കൂടി വലിച്ചു പിടിച്ചോ. ഇവനെ നമുക്ക് ജീവനോടെ വേണം. പറഞ്ഞിട്ട് മൂസ രാഹുലിനെ കാളയച്ചു. തുടർന്ന് സ്പാനർ ഇടുപ്പിൽ തിരികിയിട്ട് കുനിഞ്ഞ് ചന്ദ്രൻ്റെ ഒരു കൈയിൽ പിടിച്ചു. അടുത്ത കൈയിൽ വിക്രമനും. ഇരുവരും ചേർന്ന് അയാളെ വലിച്ചു കൊണ്ടുപോയി. അടുത്ത ദിവസം കോഴഞ്ചേരി ആശുപത്രിയിൽ നിന്ന് മാലിനിയെ വീട്ടിൽ കൊണ്ടുവന്നു. അനൂപിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. കാരണം പിങ്ക് പോലീസ് SI വിജയ എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഥ തുടരും.